ഒരുമിച്ച് നമുക്ക് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ഇന്ന് ചെയ്യും. വലിയ പ്രവർത്തികളാൽ സ്വർഗം നിറയ്ക്കുവാൻ ഇടയായിത്തീരും. കർത്താവ് നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികളിലൂടെ ദൈവം നമ്മളെ സാക്ഷ്യമാക്കി മാറ്റും. ആമേൻ. നമുക്കൊരുമിച്ച് വിശ്വാസ പ്രഖ്യാപനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കാൽവരി ക്രൂശിൽ എൻ്റെ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിൻ്റെ ദുരാത്മാവിനോ എൻ്റെ മേൽ അവകാശമില്ല. ഞാൻ ദിവ്യ ആരോഗ്യത്തോടെ ദീർഘായുസ്സോടെ ഇരുന്ന് കർത്താവിൻ്റെ പ്രവർത്തികളെ വർണ്ണിക്കും. ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയം അറിയും. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെ പറയും, യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയാണ്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവ് എനിക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഞാൻ സന്താന പുഷ്ടി ഉള്ളവനായി ഭൂമിയിലൊക്കെയും അനുഗ്രഹിക്കപ്പെടും. ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയം പറയും. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെ യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറ എന്ന് പറയും. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും ഞങ്ങളിലൂടെ വരുവാൻ കർത്താവ് അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ ശ്രേഷ്ഠകരമായ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നതിന് നന്ദി പറയുന്നു. വലിയ പ്രവൃത്തികളാൽ പരിശുദ്ധാത്മാവ് നിറയ്ക്കുന്നതിന് നന്ദി പറയുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ മുന്നോട്ട് പോകാം. ഇത് അത്ഭുതത്തിൻ്റെ സമയം ആണ്. ആമേൻ. നമ്മൾ ഇന്ന് ഒരു വിഷയം എന്ന് ചിന്തിക്കാൻ വേണ്ടി പോവാണ്. പ്രത്യേക വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് മുതൽ മർക്കോസിൻ്റെ സുവിശേഷമാണ് ധ്യാനിക്കാൻ വേണ്ടി പോകുന്ന പുസ്തകം. പലതവണ നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം, പ്രത്യേകിച്ച് പുതിയ നിയമം, വെളിപ്പാട് പുസ്തകം ഒഴികെ ബാക്കിയെല്ലാം നമ്മൾ പല പ്രാവശ്യം അത് മുഴുവനായി നമ്മൾ കവർ ചെയ്തു ധ്യാനിച്ചു. എങ്കിലും വീണ്ടും നമ്മൾ പിന്നെ ആരംഭിക്കുകയാണ്. പുതിയ കാര്യങ്ങളെ കർത്താവ് നമുക്ക് പഠിപ്പിച്ചു തരുവാൻ ഇടയായിത്തീരും. കർത്താവ് നമുക്ക് വേണ്ടി അതിനുവേണ്ടി വലിയ കാര്യങ്ങളാൽ കർത്താവ് നിറയ്ക്കുവാൻ ഇടയായിത്തീരും. അപ്പോൾ പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. ആമേൻ. നമ്മൾ 2025 ഏറ്റവും ഒടുവിൽ കേട്ടു, യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ശ്രദ്ധിച്ചോണം, ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചു. ഉറങ്ങുന്ന ശിഷ്യന്മാരോട് യേശുക്രിസ്തു പറഞ്ഞു, ഉണരുക. അതുകൊണ്ട് ഞാൻ പറയാം, ഉറങ്ങുന്ന ശിഷ്യന്മാരോട് യേശുക്രിസ്തു പറഞ്ഞു, ഉണരുക. എന്തിനാണ് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഇവിടെ പറയുന്നത്? നമുക്കറിയാൻ പറ്റും, യേശുക്രിസ്തു പറഞ്ഞു പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ. യഥാർത്ഥത്തിൽ ശിഷ്യന്മാർ ഉറക്കത്തിലേക്ക് പോകുവാണ്. അവർ ഉറക്കത്തിന്റെ കാഠിന്യത്തിലേക്ക് പോകുന്ന സമയത്ത് കർത്താവ് അവരെ തട്ടി എണീപ്പിച്ചിട്ട് പറയുന്നു, ഉറങ്ങേണ്ടവരോട് പറയുവാണ് ഉണരുക. ഉണരുക മാത്രമല്ല, ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ കർത്താവ് അവരെ നിർബന്ധിക്കുന്നു. ശ്രദ്ധിച്ചോണം, ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ പരിശുദ്ധാത്മാവ് അവരെ നിർബന്ധിക്കുന്നു. ഇല്ലെങ്കിൽ യേശുക്രിസ്തു അവരെ നിർബന്ധിക്കുന്നു. എന്നാൽ അവർ വീണ്ടും ഉറങ്ങിപ്പോയി. അപ്പൊ കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണരുക, പ്രാർത്ഥിക്കുക. അപ്പൊ ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ ഒരു പരീക്ഷ ഉണ്ടാകും. ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകും. ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ യേശുക്രിസ്തുവിനെ പിടിക്കപ്പെടുമ്പോൾ നിങ്ങൾ എല്ലാവരും ചെതറിപ്പോകും, കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പൊ ആ സമയത്ത് ദൈവികമായിട്ടുള്ള ഒരു ബോധ്യം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ആരും എന്ത് ചെയ്യത്തില്ല, തെറ്റിപ്പോകത്തില്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു ഉണരുക. പക്ഷെ ക്ഷീണം കൊണ്ട് അവർ ഉറങ്ങിപ്പോയി. അപ്പൊ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന 2 വിഷയങ്ങളാണ്. ഒന്ന് പ്രാർത്ഥന. ഞാൻ അതിനായിട്ടൊരു വാക്യം നിങ്ങൾക്ക് വേണ്ടി എടുക്കാം. വലിയ അത്ഭുതങ്ങളാൽ സ്വർഗം നിറയ്ക്കുക. അതുകൊണ്ട് പ്രാർത്ഥനയോടെ എന്നാണ്. പ്രത്യേകിച്ച് കോട്ടയത്ത് നമ്മൾ ഈ പ്രാവശ്യം ആദ്യമായിട്ട് സാധാരണ നമ്മുടെ സൂമിൽ ചെയ്തു വരുന്ന പോലെ തന്നെയാണ് അന്യഭാഷ പ്രാർത്ഥനയുടെ ഇടയിൽ കർത്താവ് തൻ്റെ ആലോചനകളാലും അത്ഭുതങ്ങളാലും നിറയ്ക്കും. എന്നാൽ ഈ പ്രാവശ്യം അത് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് വിളിച്ചു പറഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുകയാണ്. അന്യഭാഷാ പ്രാർത്ഥനയും ഡെലിവറൻസ് മീറ്റിങ്ങും എല്ലാം കൂടെ, പ്രവചന ശുശ്രൂഷ എല്ലാം കൂടെ ചേർത്ത്
ദിവസത്തെ ഒരു മീറ്റിംഗാണ് കോട്ടയത്ത് നടക്കാൻ വേണ്ടി പോകുന്നത്. ഇനി നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ആ രീതിയിൽ തന്നെ ആയിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം അന്യഭാഷ പ്രാർത്ഥനയാണ്. അന്യഭാഷ വരമില്ലാത്തവർക്കും അതിൽ പങ്കുചേരാം. അന്യഭാഷ ആഗ്രഹിക്കുന്നവർ, എനിക്ക് അന്യഭാഷ വരം വേണം, എനിക്കൊരു അഭിഷേകത്താൽ നിറയണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും ആ പ്രാർത്ഥനയിൽ പങ്കുചേരാം. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ ആദ്യത്തിലെ വാക്യത്തിലേക്ക് വരികയാണ്. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്തിലേക്ക് വരുമ്പോൾ അവിടെ മർക്കോസ് 1:32 പറയുന്നു, വൈകുന്നേരം സൂര്യൻ അസ്തമിച്ച ശേഷം സകല ദീനക്കാരും ഭൂതദസ്തരും യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. പട്ടണമൊക്കെയും വാതിൽക്കൽ വന്ന് കൂടിയിരുന്നു. നാനാവാദികളാൽ വലഞ്ഞിരുന്ന അനേകരെ യേശു സൗഖ്യമാക്കി. അനേക ഭൂതങ്ങളെ പുറത്താക്കി. ഭൂതങ്ങൾ അവനെ അറിയുകൊണ്ട് സംസാരിപ്പാൻ അവയെ സമ്മതിച്ചില്ല. അടുത്ത വാക്യം നോക്കിക്കേ. വൈകുന്നേരമായപ്പോൾ സൂര്യൻ അസ്തമിച്ച ശേഷം, അടുത്തത് പറയുന്നു ആദികാലത്ത് ഇരുട്ടോടെ. 2 വാക്ക് കൊണ്ടോണം. വൈകുന്നേരം സൂര്യൻ അസ്തമിച്ച സമയം, ആദികാലത്ത് ഇരുട്ടുള്ള സമയം. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 10 മണി ആയിരിക്കത്തില്ല, 8 മണിയല്ല, 7 മണിയല്ല, 6 മണിയല്ല, 5 മണിക്ക് താഴേക്കുള്ള ടൈമാണ് ആദികാലത്ത് ഇരുട്ടുള്ള. അപ്പൊ നമുക്കറിയാം, നമ്മള് നേരം വെളുക്കുക എന്ന് പറയുമ്പോൾ ഒരു 3 മണിക്ക് ശേഷം എല്ലാം നമുക്ക് രാവിലെ അല്ലെ, 3, 4, 5 ഇതെല്ലാം ഈ ഒരു ടൈമിൽ വരുന്ന. അപ്പൊ യേശുക്രിസ്തു ആദികാലത്ത് എഴുന്നേറ്റു, ഇരുട്ടോടെ എഴുന്നേറ്റ് പുറപ്പെട്ടു. നോക്കി, എഴുന്നേറ്റ് പുറപ്പെട്ടു. അപ്പം ഈ ഭവനത്തിൽ കർത്താവ് ഇരിക്കുന്ന ശീമോൻ പത്രോസ്ലീഹായുടെ ഭവനത്തിലാണ് ഇതെല്ലാം നടന്ന ശുശ്രൂഷ. എന്നാൽ ആദ്യകാലത്ത് ഇരുട്ടുള്ള സമയത്ത് യേശുക്രിസ്തു എണീറ്റ് അവിടുന്ന് പുറപ്പെട്ട് ഒരു നിർജ്ജന പ്രദേശത്തേക്ക് പോയി. നിർജ്ജന പ്രദേശം എന്ന് പറഞ്ഞാൽ ആളൊഴിഞ്ഞ ഒരു സ്ഥലം. ഓർത്തോണം, ഇരുട്ടുണ്ട്, നേരം പുലർന്നു വരുന്നതേ ഉള്ളൂ, അതികാലത്താണ്, എന്നാൽ ഇരുട്ടുള്ള സമയമാണ്. നിർജ്ജന പ്രദേശത്തേക്ക് ചെന്ന് പ്രാർത്ഥിച്ചു. ശീമോനും കൂടെയുള്ളവരും പിന്നാലെ ചെന്നു. ശ്രദ്ധിച്ചോണേ. അപ്പൊ യേശുക്രിസ്തു അവരെ വിളിക്കാതെ, അവരെ ക്ഷണിക്കാതെ യേശുക്രിസ്തു എഴുന്നേറ്റ് പുറപ്പെട്ടു. ഒരു നിർജ്ജന പ്രദേശത്തേക്ക് പ്രാർത്ഥിപ്പാൻ വേണ്ടി പോയി. ശീമോനും കൂടെയുള്ളവരും പിന്നാലെ ചെന്നു. ആമേൻ. അവനെ കണ്ടപ്പോൾ എല്ലാവരും അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. നോക്കിയേ, യേശുവിനെ കണ്ടപ്പോൾ പറയുകയാണ്, കർത്താവേ, എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, ഞാൻ അടുത്ത ഊരിലേക്ക് പ്രസംഗിക്കേണ്ടതിന് നാം അവിടേക്ക് പോകുക, ഇതിനായിട്ടല്ലോ നാം പുറപ്പെട്ടു വന്നിരിക്കുന്നത്. 2 കാര്യം ശ്രദ്ധിച്ചോണം. കർത്താവ് ശിഷ്യന്മാരെ ക്ഷണിക്കാതെ കർത്താവ് നിർജ്ജന പ്രദേശത്തേക്ക് വാങ്ങി. അങ്ങനെ പലയിടങ്ങളിൽ കാണാൻ പറ്റും കർത്താവ് അവരൊന്നും വേർപെട്ട് മാറിപ്പോകുന്നത്. കർത്താവ് ശിഷ്യന്മാര് പടകിൽ കയറി പോകുന്ന സമയത്ത് യേശു അവരുടെ കൂടെ പോയില്ല. അങ്ങനെ പലയിടങ്ങളിൽ യേശു ക്രിസ്തു സെപ്പറേറ്റ് ആയിട്ട് മാറിപ്പോകുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തുകൊണ്ടായിരിക്കാം യേശു ക്രിസ്തു ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് മാറിപ്പോകുന്നത്? പ്രാർത്ഥിക്കാൻ വേണ്ടി. ഇതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൽ യേശു പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള പിതാവിനോട് പ്രാർത്ഥിക്കണം. നമ്മുടെ ഈ വർഷത്തെ വാക്യം അത് തന്നെയാണ്, ഇയർ ഓഫ് പ്രയർ. യൂട്യൂബിൽ അതിന്റെ വീഡിയോ ഉണ്ട്, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം അറയിൽ കിടന്ന് വാതിലടച്ച് നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കിടന്ന്, അപ്പൊ ഈ അറയിൽ ഉദ്ദേശിക്കുന്നത് രഹസ്യമായിട്ട് സെപ്പറേറ്റ് ചെയ്യുക. രഹസ്യമായി, പരസ്യമായിട്ടല്ല, 10 പേരുടെ കൂടെയല്ല, ഒറ്റയ്ക്ക്, പേഴ്സണലായി എന്നതിൻ്റെ അർത്ഥം. ദൈവവുമായൊരു കമ്മ്യൂണിക്കേഷൻ. നോക്കിക്കേ, ദൈവവുമായൊരു കമ്മ്യൂണിക്കേഷൻ. എന്നിട്ട് പറയുന്നു, നീയോ പ്രാർത്ഥിക്കുമ്പോൾ വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. ഇവിടെ യേശു ക്രിസ്തു നിർജ്ജന പ്രദേശത്തേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. ഇനി മത്തായിയുടെ സുവിശേഷം വായിക്കുന്ന സമയത്ത് 17-ാം അധ്യായത്തിൽ യേശുവിന്റെ ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആ ഭൂതത്തെ ശാസിച്ചു, അതവനെ വിട്ടുപോയി, ബാലൻ അത് നാളുകൾ സൗഖ്യം വന്നു. പിന്നെ ശിഷ്യന്മാർ സ്വകാര്യമായി യേശുവിനൊക്കെ വന്നിട്ട്, ഞങ്ങൾക്ക് എന്തുകൊണ്ട് അതിനെ പുറത്താക്കാൻ കഴിഞ്ഞില്ല എന്ന് ചോദിച്ചു. അവർ അവനോട്, നിങ്ങൾക്ക് വിശ്വാസം അല്പവിശ്വാസം നിമിത്തമത്രേ,
കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങി കടലിൽ ചാടി പോക എന്ന് പറഞ്ഞാൽ അതങ്ങനെ തന്നെ സംഭവിക്കും. നോക്കിക്കേ, കടലിൽ ചാടി പോക എന്ന് പറഞ്ഞാൽ സംഭവിക്കും. എന്നിട്ട് പറയുന്നു, ഉപവാസെങ്കിലും ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി ഒഴിഞ്ഞു പോകത്തില്ല. ശ്രദ്ധിച്ചോണേ, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി ഒഴിഞ്ഞു പോകത്തില്ല. അപ്പൊ ഇത് കേൾക്കുന്ന സമയത്ത് പല ആൾക്കാരും ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഈ അവിശ്വാസം മാറാൻ വേണ്ടി, കുഴപ്പങ്ങൾ മാറാൻ വേണ്ടി ഉപവസിക്കണം എന്നാണല്ലോ യേശുക്രിസ്തു അവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ലേ? ആണോ അല്ലേ? നിങ്ങൾ പറ. അല്ലെന്ന് പറഞ്ഞാൽ ഉത്തരം പറയണം എന്നാന്നുള്ളത്. നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതേന്ന് പറഞ്ഞല്ലേ. എന്നാൽ യഥാർത്ഥത്തിൽ അവിശ്വാസം മാറാൻ വേണ്ടി അല്ല യേശുക്രിസ്തു അവിടെ ഉപവസിക്കാൻ പറയുന്നത്. അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ നോക്കിയേ, അവിശ്വാസവും കോട്ടവുമുള്ള ഈ ജനറേഷൻ എന്നാ വിളിക്കുന്നത്. ഈ ജനറേഷൻ യഹൂദരെ പറ്റി പറയാണ്. അവിടെ പറഞ്ഞു, നിങ്ങളെ അടുത്ത വാക്യത്തിൽ പറഞ്ഞു, നിങ്ങൾ ഈ ജാതി ഒഴിഞ്ഞു പോകത്തില്ല. കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങി കടലിൽ ചാടി പോകാന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കും. എങ്കിലും ഉപവാസത്താലും പ്രാർത്ഥനയാലും ജാതി നീങ്ങി പോകത്തില്ല. അപ്പൊ കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളെ മറ്റു ഭാഗത്ത് പറഞ്ഞു, ഞാൻ നിങ്ങളെ എത്രത്തോളം സഹിക്കുന്നു. യഥാർത്ഥത്തിൽ യഹൂദന്റെ ഒരു സ്വഭാവമുണ്ട്, പെറുപെറുപ്പ്. എത്ര നന്മ കിട്ടിയാലും മറുതലിപ്പ്. അതാണ് ഈ ജനറേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ശിഷ്യന്മാരെ ആദ്യം മുതലേ നമ്മൾ പഠിക്കുന്ന സമയത്ത് അവിടെ കാണാൻ പറ്റും, ഇവർ പല സമയത്തും യഹൂദന്റെ സ്വഭാവം കാണിക്കും. ഇവര് യേശുക്രിസ്തു വന്നിട്ട് പറഞ്ഞു, ഞാൻ മാനവജാതിക്ക് വേണ്ടി വന്നതാണ്, സകല മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി വന്നതാണ്, ലോകത്തിന്റെ വെളിച്ചമാണെന്നൊക്കെ പറഞ്ഞ് കർത്താവ് പ്രസംഗിക്കുമ്പോൾ ശമരിയായിൽ ചെന്ന സമയത്ത് കർത്താവിനടുത്ത് ജനത്തെ കണ്ട് മനസ്സിലിവ് തോന്നി. ഉടനെ ശിഷ്യന്മാർ പറഞ്ഞു, പണ്ട് പ്രവാചകൻ തീ ഇറക്കിയതുപോലെ ഇവരെയൊക്കെ നിങ്ങൾ കള. ഇവരുടെ മനസ്സിൽ ഇപ്പോഴും പക കിടക്കുവാണ്. കണ്ടോ, യഹൂദന് ശമരിയക്കാരുടെ പക കിടക്കുവാണ്. അവർക്ക് മറ്റുള്ളവരെ അംഗീകരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ നോക്കിയാൽ മതി, അവർക്കൊരിക്കലും യേശുവിലേക്ക് വന്ന ജനറേഷൻ അപ്പോസ്തലപ്രവൃത്തി വായിക്കുന്ന സമയത്ത് പോലും ഇവർക്ക് പലപ്പോഴും അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഈ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുന്ന പല വിശ്വാസിക്ക് ഇതാ കുഴപ്പം. നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജാതിയില്ല, മതമില്ല, അറിയാവോ, നിറവില്ല, ക്രിസ്തുവിൽ ഒന്നാ. പക്ഷെ രക്ഷിക്കപ്പെട്ടതിന് ശേഷവും ഇത് പറയുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, പിശാച് ഇപ്പോഴും വിട്ടുപോയിട്ടില്ല. എവിടെയൊക്കെ അവൻ സ്വാധീനിക്കുന്നുണ്ട്. അഥവാ ജഡത്തിന്റെ സ്വാധീനങ്ങളുണ്ട്. അപ്പൊ ഈ സ്വാധീനം, അവിശ്വാസം, കോട്ടവും ദൈവം ഇവർക്ക് അധികാരം കൊടുത്തു. ഇവർക്കകത്തൊരു ചിന്തയുണ്ട്, ഞങ്ങളിൽ ആരാണ് വലിയവൻ എന്ന കുറേ ചിന്തകളുണ്ട്. അപ്പൊ ഈ മൽപ്പിടുത്തം ഇവരുടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇവരുടെ ചോദ്യം, ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് മാറ്റാൻ പറ്റില്ല? അവിടെ യേശുവിന്റെ മറുപടി സിമ്പിൾ ആയിരുന്നു, സാരമില്ല, നമുക്ക് കർത്താവിന് മതി. പക്ഷെ കർത്താവ് പറയാണ്, അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ. എന്നിട്ട് പറയുന്നു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോകുന്നത് അങ്ങനെ സംഭവിക്കും. ആമേൻ. നിങ്ങളുടെ അല്പവിശ്വാസ നിമിത്തമാണ് സംഭവിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ അവിശ്വാസം, ഞാൻ ഈ വാക്ക് മറ്റൊരു ഭാഗത്ത് നിന്ന് എടുത്ത് ഞാൻ പറഞ്ഞോട്ടെ. ഞാനിപ്പോ മത്തായിൽ മാത്രം നിൽക്കുന്നത്, മറ്റു ഭാഗത്ത് പറഞ്ഞ അവിശ്വാസവും കോട്ടമുള്ള തലമുറ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ വാക്ക് ഇവിടെ നിർത്തുകൊണ്ടാട്ടോ. ആമേൻ. കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മല പോകും. കടുകുമണിയോളം അല്പവിശ്വാസം ഉണ്ടെങ്കിൽ പിശാചൊക്കെ ഓടിപ്പോകും. എങ്കിലും ഉപവാസവും പ്രാർത്ഥനയും ശ്രദ്ധിച്ചു. അപ്പൊ ഈ ഉപവാസവും പ്രാർത്ഥനയും അല്ലാതെ ഈ ജാതി ഒഴിഞ്ഞു പോകത്തില്ല. അപ്പൊ യഹൂദനോട് പറയുകയാണ് ഉപവാസവും പ്രാർത്ഥനയും. നിങ്ങൾ ശ്രദ്ധിച്ചോണേ. അപ്പൊ ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും പ്രത്യേകത എന്ന് പറയാൻ വേണ്ടി പോവാണ്. ആമേൻ. അവിശ്വാസവും കോട്ടവും ഉള്ള ഒരു തലമുറ, അത് മനസ്സിൽ നിന്നോണം. ഞാൻ ലൂക്കോസിലാണ് വാക്കി നടക്കുന്നത്. അപ്പൊ ഈ തലമുറയ്ക്കകത്ത് ഇവരൊരു പ്രശ്നം, ഇവരെപ്പോഴും ജീവിക്കുന്നത് മാനുഷിക തലത്തിലാണ്. ഇപ്പൊ എന്താണ് ഉപവാസം എന്ന് ഞാൻ പറഞ്ഞുതരാം. മർക്കോസിന്റെ സുവിശേഷം വായിക്കുന്ന സമയത്ത് അതികാലത്ത് എഴുന്നേറ്റ് എന്ത് ചെയ്തു? യേശുക്രിസ്തു പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാ. ആമേൻ. പ്രാർത്ഥന എന്നുള്ളത് ഈ ലോകത്തിന്റെ സിസ്റ്റം അല്ല. ലോകത്തിൽ പ്രാർത്ഥിച്ചാൽ ഒന്നും ശരിയാകത്തില്ല. ലോകത്തിന്റെ സിസ്റ്റത്തിന്റെ അകത്ത് പ്രാർത്ഥന ഒരു സംഭവമല്ല. ആണോ? ഏതെങ്കിലും ഗവൺമെന്റ് ഓഫീസിൽ പോയിട്ട് നിങ്ങൾ പറയും, ഞാൻ പ്രാർത്ഥിക്കുന്നു വീട് കിട്ടണം എന്ന് പറഞ്ഞാൽ അവരെന്നാ പറയും? ആപ്ലിക്കേഷൻ ഫോമിങ് എഴുതാ, നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ വീട് തരും. കണ്ടോ? നിങ്ങൾ പറയാ പ്രാർത്ഥിച്ചാ പോരെ,
പ്രാർത്ഥനയായിട്ട് എന്നാ ബന്ധം? കണ്ടോ? ഒരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ പറയുന്നു വലിയ രോഗമാണ്, ക്യാൻസർ ആണ്. അപ്പൊ ഡോക്ടർ പറയുന്നു ഒന്നെങ്കിൽ കീമോ റേഡിയേഷൻ ഒക്കെ ചെയ്ത് നോക്കാം, ചിലപ്പം റെഡി ആവുമായിരിക്കും. ഉടനെ നിങ്ങൾ പറയാ പ്രാർത്ഥിച്ചാ പോരെ. ഡോക്ടർ പറയും പ്രാർത്ഥനയും രോഗമായിട്ട് എന്നാ ബന്ധം? കണ്ടോ? അടുത്തത്, നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി, നിങ്ങളുടെ ജോലി സ്ഥലത്ത് പോയി, നിങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കടക്കാർ ഒരു വിഷയത്തിന്റെ അകത്ത് ഭാരപ്പെട്ടിരിക്കുക, നിങ്ങൾ മനുഷ്യനോട് പറയും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ പുള്ളി പറയും പ്രാർത്ഥിച്ചാൽ എങ്ങനെ കലത്തിൽ അരി വരുന്നത്? കണ്ടോ? അപ്പൊ ലോകത്തിന്റെ ഒരു സിസ്റ്റം അല്ല പ്രാർത്ഥന, ദൈവത്തിന്റെ സിസ്റ്റമാണ്. ലോകം ജീവിക്കുന്നത്, ലോകത്തിന്റെ സിസ്റ്റവുമായിട്ട് നമ്മളെ ബന്ധപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ശരീരമാണ്. നമ്മുടെ മനസ്സും ശരീരവുമാണ് ലോകത്തോട് അനുരൂപരായിരിക്കുന്നത്. ഈ ലോകത്തോട് അനുരൂപരാകാതെ എന്ന് പറയാൻ കാരണം അതാണ് ജഡമനസ്സ് എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ജഡത്തിന്റെ ചിന്ത, ആത്മാവിന്റെ ചിന്ത നമ്മൾ റോമർ 8 പഠിച്ചായിരുന്നു. അപ്പൊ നമ്മൾ ഒരു സിസ്റ്റത്തിന്റെ അകത്താണ് ജീവിക്കുന്നത്. ലോകത്തിന്റെ ഒരു സിസ്റ്റം ഉണ്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പ്രാർത്ഥന ലോകത്തിന്റെ സിസ്റ്റം അല്ല. ഈ ഹാലേലിയ എന്ന വാക്കിന് ലിപിയില്ല, അറിയാവോ? ഹാലേലിയ എന്നുള്ള വാക്ക് മനുഷ്യനിർമ്മിതമല്ല, അത് ബൈബിളിൽ നിന്നുണ്ടായി. അതിന് നിങ്ങൾക്ക് അതിന്റെ അർത്ഥം അല്ലെങ്കിൽ അതിന്റെ ലിപി അന്വേഷിച്ച് പോയാൽ നമുക്ക് കിട്ടത്തില്ല. ഇതേപോലെ പ്രാർത്ഥന എന്ന വാക്ക് ദൈവത്തിന്റെ സിസ്റ്റമാണ്. ഇത് മനുഷ്യന് ദൈവം കൊടുത്തതാണ്. ശ്രദ്ധിച്ചോണെ. അപ്പൊ യേശുക്രിസ്തു അധികാലത്ത് എണീറ്റ് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയപ്പം ശിഷ്യന്മാര് പുറകെ ചെല്ലുക, പുറകെ എന്നിട്ട് പറയാണ് എന്നിട്ട് പറയാം കർത്താവെ അവരെല്ലാം നിന്നെ അന്വേഷിക്കുക. കർത്താവ് എന്തിനീ രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത്? ഉള്ള കാപ്പിയെ കുടിച്ചിട്ട് എന്ത് ചെയ്യാം? നമുക്കിവിടെ ശുശ്രൂഷ ചെയ്യണ്ടേ? ശിഷ്യന്മാര് ഭയങ്കര ഹാപ്പിയാ, നമുക്ക് രോഗികളെ സൗഖ്യമാക്കണ്ടേ, ഭൂതങ്ങളെയൊക്കെ ഓടിക്കണ്ടേ. കർത്താവ് എന്തിനീ അതിരാവിലെ എണീറ്റ് പോകുന്നത്? കണ്ടോ? അപ്പൊ പ്രാർത്ഥനയ്ക്ക് യേശുക്രിസ്തു ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത് കണ്ടോ? പ്രാർത്ഥനയുടെ പ്രാധാന്യം കണ്ടോ? പ്രാർത്ഥന ദൈവവുമായിട്ടുള്ള കണക്ഷനാണ്. ഞാൻ ആദ്യം പറയുന്നു, നമ്മുടെ മനുഷ്യന്റെ സിസ്റ്റം അല്ല, ഇത് ആത്മാവിന്റെ സിസ്റ്റമാണ്, ദൈവത്തിന്റെ സിസ്റ്റമാണ്. അതുകൊണ്ടാണ് റോമർ 8:26 പറഞ്ഞത് ആത്മാവ് നമ്മുടെ ബലഹീനതയിൽ നമ്മളെ സഹായിക്കുന്നു, വേണ്ടുന്നത് പോലെ പ്രാർത്ഥിക്കേണ്ട നാം അറിയുന്നില്ല. അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനതയിൽ നമ്മളെ സഹായിക്കുന്നു. എന്തിനെന്നറിയോ? പ്രാർത്ഥനയിലൂടെ. അപ്പൊ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ സിസ്റ്റം അല്ല. പ്രാർത്ഥന ആത്മീകമാണ്, ആത്മാവിൻ്റെതാണ്, ദൈവത്തിൻ്റെതാണ്. അപ്പൊ ദൈവവുമായിട്ടുള്ള എൻ്റെ കണക്ഷനാണ് പ്രാർത്ഥന. അപ്പൊ യേശുക്രിസ്തു നിർജ്ജന പ്രദേശത്തേക്ക് എതിരാളിട്ട് പോകുന്ന കാര്യം ദൈവവുമായിട്ടുള്ള കണക്ഷനെയാണ് പ്രാർത്ഥന എന്ന് വിളിച്ചിരിക്കുന്നത്. ആമേൻ. ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ കൊല്ലത്തെയും കോട്ടയത്തെയൊക്കെ പ്രാർത്ഥന, അല്ലെങ്കിൽ ഇവിടെ നടന്ന പ്രാർത്ഥനയ്ക്കകത്ത് നമ്മൾ പ്രാർത്ഥനയ്ക്ക് വന്നല്ലേ? എത്ര പേര് ആ പ്രാർത്ഥനകളൊക്കെ കണ്ടായിരുന്നു? എത്ര പേര് നടന്ന പ്രാർത്ഥനകളെല്ലാം കണ്ടു? സൗദി മുതൽ ഇന്ന് ലാസ്റ്റ് നമ്മൾ നിന്നത് എവിടെയാ? പ്രാർത്ഥന കണ്ണൂരാ നിന്നത് അല്ലെ? ലാസ്റ്റ് പ്രാർത്ഥന, 5ാമത്തെ പ്രാർത്ഥന എവിടെയാ നിന്നത്? എല്ലാം കണ്ടു. അപ്പൊ അവിടെ ചുമ്മാ നമ്മൾ കൂടി പ്രാർത്ഥിക്കുവാണ്. അപ്പൊ പ്രാർത്ഥിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെയുള്ള ആളുകൾ പറഞ്ഞു, ഞാൻ സാക്ഷ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു അല്ലെ, അവർ രോഗികൾ സൗഖ്യമാകുന്നു, അവരുടെ വേദനകൾ വിട്ടുമാറുന്നു. അപ്പൊ എന്റെ ചോദ്യം, 20, 10, 15 വർഷമായിട്ടുണ്ടായിരുന്ന രോഗങ്ങൾ, നടുവിന്റെയും കാലിന്റെയും ശരീരത്തിന്റെയും കണ്ണിന്റെയും ആന്തരിക അവയവങ്ങളുടെ രോഗങ്ങൾ എങ്ങനെയാ പ്രാർത്ഥനയിൽ മാറുന്നത്? അവരെവിടെ പോയതാ? ഡോക്ടറെ കാണാൻ പോയതാണോ? പറ, ഡോക്ടറെ അടുത്ത് വന്നാണോ? അവര് വീട്ടിൽ നിന്ന് എന്ത് പറഞ്ഞിട്ടാ വന്നത്? പ്രാർത്ഥനയ്ക്ക് പോകുവാന്നാ. പക്ഷെ മടങ്ങി ചെന്നപ്പോ പറയുന്നു എന്റെ രോഗം മാറി. അപ്പൊ ചോദ്യം, നീ പ്രാർത്ഥനയ്ക്കാണോ പോയത്, ഹോസ്പിറ്റലിലാണോ പോയത്? ആരെ വീട്ടുകാർക്ക് ഒരു കൺഫ്യൂഷൻ. അതിന് പ്രാർത്ഥനയ്ക്ക് പോലെ എങ്ങനെ രോഗം മാറുന്നത്, ഹോസ്പിറ്റലിൽ പോലെ രോഗം മാറുന്നത്? കണ്ടോ? പ്രാർത്ഥനയിൽ എങ്ങനെ രോഗം മാറുന്നത്? പ്രാർത്ഥന ദൈവവുമായൊരു കണക്ഷനും കൊടുക്കുക നമ്മൾ. ആ കണക്ഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ മേലും നമ്മുടെ ആത്മാവിന്റെ മേലും എന്ത് സംഭവിക്കുന്നറിയാവോ? ദൈവപ്രവൃത്തികൾ ഉണ്ടാകും. ആമേൻ. അപ്പൊ യേശുക്രിസ്തു ലോകത്തിന് വെളിപ്പെടുത്തുവാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള ബന്ധമാണ്. ആ ബന്ധമുണ്ടെങ്കിൽ ഭൂതങ്ങൾ ഓടിപ്പോകും, വ്യാധികൾ സൗഖ്യമാകും, പ്രതിസന്ധികൾ മാറിപ്പോകും. അങ്ങനെയെങ്കിൽ എന്താണ് ഈ ഉപവാസം? ഉപവാസത്തെ പറ്റി മലയാളത്തിൽ പറഞ്ഞ് നമ്മൾ കൂടെ വസിക്കുക. ഇംഗ്ലീഷിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ ഭക്ഷണത്തെ വെടിയുക, അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ നമ്മൾ മാറ്റുക. കുറച്ചുകൂടെ നല്ലൊരു വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കടന്നു പോകുന്ന ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്യുക. ഉദാഹരണമായിട്ട് പറയാം, നമുക്ക് ജീവിക്കാൻ വേണ്ട പ്രധാന ഘടകം ഷർട്ടും പാൻറ്റും ഉടുപ്പും ചുരിദാറും ഒന്നും അല്ല. പിന്നെ എന്താ വേണ്ടത്?
ഓക്സിജൻ അല്ലേ? നമുക്ക് വായു വേണം, വെള്ളം വേണം, പിന്നെന്നാ വേണ്ടത്? പറ. ആഹാരം വേണം. ആഹാരം. ഇത് 3 കാര്യങ്ങളും പ്രധാനപ്പെട്ട കാര്യമാണ്. ആഹാരവും വെള്ളവും ഫ്രീ ആണ്. വെള്ളവും ഓക്സിജനും എപ്പോഴും ഫ്രീയാ. നമുക്ക് ഇഷ്ടം പോലെ കിട്ടും അല്ലേ? വീടിന്റെ മുമ്പിൽ കിണറുണ്ടെങ്കിൽ ഈസി ആയിട്ട് കിട്ടും. പക്ഷെ ആഹാരം നമുക്കിപ്പോ ഒരു വിലയുള്ള സംഭവമാണ്. ഇനി ഇത് 3 കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ, ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഓക്സിജൻ കിട്ടി, ആഹാരം കിട്ടി, വെള്ളം കിട്ടുന്നില്ല, നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇനി വെള്ളവും ഓക്സിജനും കിട്ടി, ആഹാരം കിട്ടുന്നില്ല, നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ബൈബിൾ പറയുന്നു ഫാസ്റ്റിംഗ്. യേശു പറഞ്ഞു ഉപവാസവും പ്രാർത്ഥനയും. ശ്രദ്ധിച്ചോടെ, ഉപവസിക്കുക. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പ്രാർത്ഥനയെ പറ്റി യേശു ക്രിസ്തു പറഞ്ഞിട്ട് താഴേക്ക് വരുമ്പോൾ പറയുകയാണ്, നിങ്ങൾ ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപട ഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്. കണ്ടോ? ഇപ്പൊ ഉപവസിക്കുക എന്ന് യേശു പറഞ്ഞ വാക്ക് കണ്ടോ? ആദ്യം പ്രാർത്ഥനയെ പറ്റി പറഞ്ഞു, രണ്ടാമത് ഉപവാസത്തെ പറ്റി പറഞ്ഞു. ഇനി ഇത്തേ നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപട ഭക്തിക്കാർ. അപ്പൊ കപട ഭക്തിക്കാരും എന്ത് ചെയ്യും? ഉപവസിക്കും. ഇതിനു മുമ്പ് യേശു പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ജാതികളെ പോലെ പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ യേശു ആ പദം ഉപയോഗിക്കുന്നില്ല. കപട ഭക്തിക്കാർ, ഭക്തരെ പോലെ അഭിനയിക്കുന്ന കപട ഭക്തിക്കാർ. അവിടെ വീണ്ടും യഹൂദനിലേക്ക് മടങ്ങി വരിക. കപട ഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്. അവർ ഉപവസിക്കുന്നത് മനുഷ്യന് വിളങ്ങണം. അതുകൊണ്ടാണ് നമ്മൾ മത്തായിയുടെ സുവിശേഷം വായിക്കുന്ന സമയത്ത് ചുങ്കക്കാരനും അവിടെ ഒരു പരീശനും പള്ളി വരുന്നുണ്ട്. പള്ളി വന്നിട്ട് പരീശൻ പറയുകയാണ്, കർത്താവെ, ഞാൻ ആഴ്ചയിൽ 2 വട്ടം ഉപവസിച്ചും കിട്ടുന്നതിൻ്റെ അകത്തെല്ലാം ദശാംശം കൊടുത്തും ഈ കാണുന്ന ചുങ്കക്കാരനെ പോലെ അല്ല, ഞാൻ വലിയ പുള്ളിയാന്ന് പറഞ്ഞിട്ട് കർത്താവിന്റെ സന്നിധിയിൽ വലിയ നീതിവാൻ കളിച്ചപ്പോൾ തമ്പുരാൻ പറഞ്ഞു, ഞാൻ നമ്മുടെ ചുങ്കക്കാരനെ നീതീകരിച്ചു വിട്ടെന്ന് പറഞ്ഞത്. ശ്രദ്ധിച്ചേ. അപ്പൊ അവര് ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു. യഹൂദൻ കണ്ടോ, അവരെടുത്തു പറയുന്നു, ഞാൻ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, കിട്ടുന്നതിൻ്റെ അകത്തെല്ലാം ദശാംശം കൊടുക്കും. അപ്പൊ അവരുടെ സിസ്റ്റത്തിന്റെ അകത്ത് ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കും അവര്. ഇപ്പൊ യേശു പറയുന്നു നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപട ഭക്തിക്കാരെ പോലെ ഉപവസിക്കരുത്. അവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റും ഒരു കപട ഭക്തിക്കാരൻ പറഞ്ഞു, ഞാൻ ഉപവസിച്ചു. എന്താണ് ഉപവാസം? നോക്കിക്കേ, യേശു പറയാണ് നീയോ ഉപവസിക്കുമ്പോൾ. അപ്പൊ കപട ഭക്തിക്കാരുടെ ഉപവാസത്തെ പറ്റി പറഞ്ഞിട്ട് യേശു പറയാണ് നീയോ ഉപവസിക്കുമ്പോൾ രഹസ്യത്തിൽ, നോക്കുക വാക്ക് കണ്ടോ, രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക. എന്റെ അർത്ഥം ഞാനത് പിന്നീട് പറഞ്ഞു തരാം, ഒറ്റ വാക്കിലങ്ങ് പറഞ്ഞു തരാം. ഫ്രഷ് ആയിട്ടിരിക്കുക എപ്പോഴും. ആമേൻ. ഫ്രഷ് ആയിട്ടിരിക്കുക. എന്റെ അർത്ഥം ആരെങ്കിലും കാണുമ്പോൾ വാടിയ മുഖത്തോടെ ക്ഷീണിയ അവസ്ഥയിലിരിക്കരുത്. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? അത് ഞാൻ അടുത്ത ദിവസം പറഞ്ഞു തരാം, എന്നിട്ട് ഞാൻ അതിലേക്ക് വരാം. ഈ ഒരു വാക്ക് നമ്മൾ ഇത് 1-2 പാർട്ടായിട്ട് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അപ്പൊ ഉപവസിക്കുമ്പോൾ, അപ്പൊ ഉപവാസം എന്ന് പറഞ്ഞാൽ മലയാളത്തിലേക്ക് വരുമ്പോൾ കൂടെ വസിക്കുക. ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ കൂടെ വസിക്കുക. ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ഫാസ്റ്റിംഗ്. അതിനർത്ഥം നമ്മളൊരു ഒരു ചെയിനെ, ഒരു ഫുഡിന്റെ ചെയിനെ ബ്രേക്ക് ചെയ്യുക എന്നൊരു അർത്ഥം കൂടെ ഉണ്ട്. പണ്ടൊരു സൗകര്യം ഇത് ചോദിച്ചാൽ അപ്പം എന്നത് പറഞ്ഞു തന്നായിരുന്നു. ഇനി ശ്രദ്ധിച്ചോണം, ഈ വർഷം നമ്മുടെ പ്രാർത്ഥനയുടെ വർഷമാണ്. നമ്മള് ദൈവസന്നിധിയിലേക്ക് വരുന്ന സമയത്ത് പ്രാർത്ഥന നിങ്ങളുടെ ആത്മാവിൻ്റെ ആണ്. നമ്മുടെ ആത്മാവിന് ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു മാർഗമാണ് പ്രാർത്ഥന. അതുകൊണ്ടാണ് റോമർ 8:26 പറഞ്ഞിരിക്കുന്നത്. ബൈബിളിൽ പറഞ്ഞ വാക്ക് നമ്മൾ പലവട്ടം എടുക്കുന്നതാണ്. റോമർ 8 പറയുന്നത്, നിങ്ങൾ ആത്മാവ് നമ്മുടെ ബലഹീനത നമ്മളെ സഹായിക്കുന്നു, വേണ്ടുന്നത് പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ല. വേണ്ടുന്നത് പോലെ പ്രാർത്ഥിക്കാൻ നാം അറിയുന്നില്ല. അപ്പൊ പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നു. ഇപ്പൊ പ്രാർത്ഥന എന്നെ ഹെൽപ്പാണ്. ദൈവവുമായിട്ട് എന്നെ ബന്ധപ്പെടുത്തുവാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് പ്രാർത്ഥന. നോക്കിയേ, ആത്മാവ് നമ്മുടെ ബലഹീനതയിൽ നമുക്ക് സഹായിക്കുന്നു. ഇനി എസ്രായുടെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 23 പറയുന്നു, അങ്ങനെ ഞങ്ങൾ ഉപവസിച്ചു, ഞങ്ങളുടെ ദൈവത്തോട് അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചു. അപ്പൊ എന്താണ് ഉപവസിക്കുന്നത്? ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ അവനെ അന്വേഷിക്കുന്ന ഏവർക്കും അനുകൂലമായും അവനെ ഉപേക്ഷിക്കുന്ന ഏവർക്കും പ്രതികൂലമായി ഇരിക്കുന്നെന്ന് ഞങ്ങൾ രാജാവിനോടും പറഞ്ഞിരിക്കുന്നത് കൊണ്ട് വഴിയിൽ ശത്രുവിന്റെ നേരെ ഞങ്ങൾക്ക് തുണയായിരിക്കേണ്ടതിന് പടയാളികളെയും കുതിരച്ചേവകരെയും രാജാവിനോട് കൂടെ ചോദിപ്പാൻ ഞാൻ ലജ്ജിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഉപവസിച്ചു, ഞങ്ങളുടെ ദൈവത്തോടും അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചു. അവൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. നോക്കിക്കേ, ഇവിടെ വാക്ക് കണ്ടോ? പഴയ നിയമത്തിൽ എസ്രാ പറയുന്നു,
അവർക്ക് കുതിരച്ചേവകരെയും രാജാവിനോട് ചോദിപ്പാൻ ലജ്ജയായിരുന്നു. പക്ഷെ അവർ ദൈവത്തോട് സംസാരിക്കുകയാണ്. എങ്ങനെയാ സംസാരിക്കുന്നത്? പ്രാർത്ഥനയിലൂടെ. ഞാൻ ആദ്യം പറഞ്ഞു, പ്രാർത്ഥന ആത്മാവിന്റെ ഒരു കണക്ഷനാണ്. നമ്മുടെ ആത്മാവ് ദൈവവുമായിട്ട് കണക്റ്റഡ് ആകുന്ന ഒരു മാർഗമാണ് പ്രാർത്ഥന. ഇപ്പൊ നിങ്ങൾ പറയാം, ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകുക. അപ്പൊ ആൾക്കാര് നമ്മുടെ നാട്ടിലൊരു സിസ്റ്റം, അല്ലെങ്കിൽ പൊതുവെ നമ്മൾ കേട്ടിരിക്കുന്നത്, ഞാൻ പള്ളിയിൽ പോവാന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർ ചിന്തയിൽ എന്തുവാ, ആഴ്ചയിൽ ഒരു ദിവസം പള്ളിയിൽ പോകുന്നു. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ പള്ളിയിൽ പോയിട്ട് മടങ്ങി വന്നപ്പം ഇന്നലെ വരെ ചട്ടിക്കൊണ്ട് പോകൊണ്ടിരുന്ന ഒരാളാ, നമ്മുടെ സഹോദര ആശം പറഞ്ഞ ചട്ടി നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പൊ നോക്കുമ്പോൾ കാല് മാറി. അപ്പൊ ചോദ്യം, നീ ഏത് ഡോക്ടറെ കണ്ടത്? ഡോക്ടറെ കണ്ടൊന്നുമില്ല, ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോയി, അവിടെ വെച്ച് രോഗസൗഖ്യം കിട്ടി. കണ്ടോ? അപ്പൊ എന്റെ ചോദ്യം, പ്രാർത്ഥനയ്ക്ക് പോയാൽ രോഗസൗഖ്യം മാറുമോ? അപ്പൊ എന്താ ഈ പ്രാർത്ഥന? ദൈവസന്നിധിയിലേക്ക് വരുന്നതാണ് പ്രാർത്ഥന. അപ്പൊ ഈ പ്രാർത്ഥനയും നമ്മുടെ ശരീരവുമായിട്ട് ബന്ധമുണ്ടോ? ഉണ്ട്. എങ്ങനെയാ ബന്ധം വരുന്നത്? നമ്മുടെ ആത്മാവുമായിട്ടുള്ള കണക്ഷനാണ് പ്രാർത്ഥന. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ആദ്യകാലത്ത് എണീറ്റ് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാ. ദൈവവുമായിട്ടുള്ള ബന്ധം, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് യേശു ക്രിസ്തു അതിരാവിലെ എണീറ്റ് പോവാ. ഇനി ഞാനത് ഫാസ്റ്റിങ്ങിലേക്ക് വരാം. മത്തായിയുടെ സുവിശേഷത്തിൽ യേശു പറയും, നീയോ ഉപവസിക്കുക, കൂടെ വസിക്കുക. അല്ലെങ്കിൽ നമ്മൾക്ക്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, നമ്മൾ ആത്മാവിനും വിശപ്പുണ്ട്, ശരീരത്തിനും വിശപ്പുണ്ട്. ശരീരത്തിന്റെ വിശപ്പിന് വേണ്ടിയാണ് നമ്മൾ ചോറും കറിയും എല്ലാം കഴിക്കുന്നത്, മറ്റു ആഹാരം എല്ലാം കഴിക്കുന്നത്. ആത്മാവിന്റെ വിശപ്പ് മാറാൻ വേണ്ടിയാണ് നമ്മൾ വചനം ഭക്ഷിക്കുന്നത്. ശ്രദ്ധിച്ചോണം. ഈ വചനം ഭക്ഷിക്കുമ്പോൾ ആത്മാവ് വളരും. ആത്മാവ് ദൈവവുമായിട്ട്, അല്ലെങ്കിൽ ദൈവികമായ കാര്യങ്ങൾ, ഇപ്പൊ നമുക്കൊരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ അതിനാകെ കരയാനേ അറിയത്തുള്ളൂ. എന്നാൽ 5 വയസ്സും 6 വയസ്സും 10 വയസ്സും ഒക്കെ കഴിയുന്ന സമയത്ത് കരഞ്ഞ കുഞ്ഞ് പല കാര്യങ്ങളെ ചെയ്യുവാനും മനസ്സിലാക്കുവാനും കാണുവാനും ഏറ്റെടുക്കുവാനുള്ള കപ്പാസിറ്റിയിലേക്ക് അത് വരും. അത് വളർന്നു. മനുഷ്യൻ വളരുന്നതനുസരിച്ച് സ്വർഗീയമായ കാര്യങ്ങളെ സെൻസ് ചെയ്യുവാൻ, ആ വാക്ക് ഞാൻ ഓർത്തോണേ, യേശു പറഞ്ഞു ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ എന്റെ ചോദ്യം, പത്രോസ്ലീഗ റെപ്രസെന്റ് ചെയ്ത് ഞാൻ ചോദിക്കും, കർത്താവേ, രാവിലെ മുതൽ ശുശ്രൂഷ എന്ന് പറയുന്നത് നമ്മൾ നടക്കുമായിരുന്നു, ഒരു ഹോട്ടൽ പോലും ഇല്ല, അവിടെ നിന്ന് ഇവിടുന്ന് കിട്ടിയതെല്ലാം കഴിച്ചു, ക്ഷീണിച്ച് മാടുത്തു, ഈ മലയിൽ വന്ന് കിടക്കുക. എന്റെ ചോദ്യം, ഉറങ്ങേണ്ട സമയമല്ലേ? യേശു പറയും ഉറങ്ങരുത്, പരീക്ഷ വരുന്നുണ്ട്. ശിഷ്യന്മാര് പറയുക, ഈ മലയുടെ മുകളിൽ ഈ പാതിരാത്രിയിൽ ആര് വരാനാ? കണ്ടോ? അപ്പൊ അവര് കാണാത്ത ഒന്ന് യേശുവിനെ കാണാൻ പറ്റുന്നുണ്ട്. പരീക്ഷ. എന്താ പരീക്ഷ? ഇപ്പോൾ പടയാളികൾ വന്ന് യേശുവിനെ പിടിക്കും, ശിഷ്യന്മാരെല്ലാം ഓടും, ഇവര് കൺഫ്യൂഷൻ ഉണ്ടാകും, പത്രോസ് വാളെടുത്ത് വെട്ടും, ചെതറിപ്പോകും, 3 വട്ടം തള്ളിപ്പറയും. കണ്ടോ? ശിഷ്യന്മാർക്ക് കാണാൻ പറ്റാത്ത കാര്യം ഗെത്സമന തോട്ടത്തിൽ യേശുവിന് സെൻസ് ചെയ്യാൻ പറ്റി. പത്രോസിന് മനസ്സിലായില്ല. ആത്മാവ് ഒരുക്കമുണ്ട്, ജഡമോ ബലഹീനമത്രേ. അപ്പൊ ആത്മാവിനോട് ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ദൈവാത്മാവ്, റോമാലേഖനം 8-ാം വാക്യത്തിൽ പറഞ്ഞു, ആത്മാവ് നമ്മുടെ ആത്മാവിനോട് സാക്ഷ്യം പറയും. ഇപ്പം ഈ പ്രവചന വരം, ഇപ്പം നിങ്ങളോട് സംസാരിക്കത്തില്ലേ പ്രവചനാത്മാവിൽ? ഞാൻ ഇന്നലെ നമ്മുടെ ഒരു പ്രാർത്ഥനയിൽ, പ്രത്യേകിച്ച് UK മീറ്റിംഗ് കഴിഞ്ഞ് അവിടെ ഒരു പ്രാർത്ഥന വന്നപ്പോൾ ഒരു തമിഴ്നാട്ടിലുള്ളൊരു സഹോദരൻ അവിടെ വരാനായിരുന്നു, പ്രായമുള്ള ഒരു അച്ചായന. അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞു, ബ്രദറെ, എൻ്റെ മോളുടെ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്, വളരെ ഭാരപ്പെട്ടിരിക്കുകയാണ്, മോള് ഈ രാജ്യത്ത് വന്നു, അവൾ പഠിക്കാൻ വന്നതാണ്, അച്ഛനോട് ഒത്തിരി നാൾ ജോലി ചെയ്യുന്ന. അപ്പൊ എന്നോട് പറഞ്ഞു, ഇപ്പൊ പിന്മാറ്റത്തില്ല. കാര്യം അവൾ ആദ്യം ഭയങ്കര വിശ്വാസിയൊക്കെ ആയിരുന്നു, പാട്ടൊക്കെ പാടും, ദൈവസന്നിധിയിൽ ഭയങ്കര എരിവുള്ള ആളായിരുന്നു. പക്ഷെ ഇപ്പൊ ഇവിടെ ആൾക്കാരുടെ കൂടി നിരീശ്വരവാദത്തിലേക്ക് തിരിയുന്ന രീതിയിലേക്ക് ആ മകള് മാറി എന്നോട് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ചർച്ചയിൽ വരുന്നില്ല, അവൾക്കിപ്പോ പ്രാർത്ഥന താല്പര്യമില്ല, അതിനോടൊരു കണക്ഷനും ഇല്ല. അപ്പൊ എനിക്ക് തമിഴ് വലിയ അറിയത്തൊന്നുമില്ല. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സംസാരിച്ചു. അപ്പൊ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുക. അപ്പൊ ഞാൻ പറഞ്ഞു, അച്ഛാ, നമുക്ക് മോക്ക് വേണ്ടി മോളുടെ പേരെന്തോ പറഞ്ഞു, ഞാൻ ഓർക്കുന്നില്ല. മോളുടെ പേര് ഇന്ന് എനിക്ക് എന്തോ ഒരു പേര് പറഞ്ഞു, ഞാൻ ഓർമ്മയില്ല കറക്റ്റ്, ബൈബിളിലൊരു പേരാ. ഞാൻ എന്ത് ചെയ്തു, ഞാൻ ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് ഒരു, ഞാൻ പറഞ്ഞു, കർത്താവ്, ഈ മകളെ, ആ പേര് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ഒരു കൺഫർമേഷൻ പറഞ്ഞു, ആ മകളെ ഞാൻ തൊടും. അപ്പൊ ഞങ്ങൾക്ക് ഒരു കൺഫർമേഷൻ വേണമല്ലോ. ഉടനെ തമ്പുരാൻ ഒരു വാക്ക് പറഞ്ഞു, അവൾ ജനിച്ചതൊരു മെയ് മാസമാണെന്ന് പറഞ്ഞു. കണ്ടോ? ഞാൻ ചോദിച്ചു, അച്ചായ, ഈ മെയ് മാസത്തിൽ ജനിച്ചത് ആരാന്ന് ചോദിച്ചു. അയ്യോ, എൻ്റെ മോളാ, ഈ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആളാന്ന് പറഞ്ഞു. കണ്ടോ? അപ്പൊ ചോദ്യം, ബ്രദറിന് എങ്ങനെ മനസ്സിലായി?
അത് നമ്മൾ പരസ്പരം ആദ്യമായിട്ട് കാണുമല്ലേ, ജീവിതത്തിൽ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുമല്ലേ. ഇപ്പൊ നമ്മൾ ആദ്യമായിട്ടല്ലേ പ്രാർത്ഥനാ വിഷയം പറഞ്ഞത്. എന്താ സംഭവിച്ചത്? ആത്മാവ് താൻ നമ്മുടെ ആത്മാവിനോട് സംസാരിക്കും. റോമലേഖനം പറയുന്നു ആത്മാവ് താൻ ആത്മാവിനോട് സംസാരിക്കും. അപ്പൊ യേശു ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുവാണ്, ഉണർന്നിരിക്ക്, പരീക്ഷ വരുന്നുണ്ട്. ശിഷ്യന്മാര് പറയും, ഗെത്സമനെ തോട്ടത്തിൽ എന്ത് പരീക്ഷ വരണ്ട ഈ പാതിരാത്രിയിൽ? യേശുവിനോട് ദൈവം സംസാരിക്കുക, അല്ലെങ്കിൽ ദൈവാത്മാവ് ഇടപെടുകയാണ്. എങ്ങനെ? ബുദ്ധിയിലോടല്ല. ബുദ്ധി പറയുന്നു ഉറങ്ങുക. ശിഷ്യന്മാരുടെ ബുദ്ധി പറയുന്നു ഉറങ്ങുക, ഇത് ഉറങ്ങുന്ന സമയവാ. ഇതാണ് ജഡം. ഈ ജഡത്തിന്റെ ചിന്ത എന്ന് ബൈബിൾ റോമലേഖനത്തിൽ പറയുന്നു, ഇത് ദൈവത്തോട് ശത്രുത്വമാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം വാക്യത്തിൽ പറയുന്നു, നീ മണ്ണിൽ നിന്ന് എടുത്തത് കൊണ്ട് നീ മണ്ണിലേക്ക് ചേരും. ഇതിന്റെ ആഗ്രഹം ലോകത്തോടാണ്. ഇപ്പൊ ഞാൻ ചോദിക്കാം, നമുക്ക് ഗെത്സമനെ തോട്ടത്തിലേക്ക് ഒന്ന് ഓടിപ്പോകാം. ശിഷ്യന്മാർ കിടന്ന് ഉറങ്ങുക, തട്ടി വിളിച്ചു, ഉറക്കം ഭയങ്കര വെച്ച്, തണുപ്പൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചു, തണുപ്പത്തിരിക്കുക, പുതച്ചും കൂടി കിടക്കുക, നല്ല ഉറക്കം, ക്ഷീണിച്ച് അവശരായിട്ടിരിക്കുക. എന്റെ ചോദ്യം, ഈ പാതിരാത്രി ആര് വരാനാ ഗെത്സമനയിൽ? യേശു അവിടെ ഉണ്ടല്ലോ, പിന്നെ പേടിക്കാനാ? പക്ഷെ കർത്താവ് പറയുന്നു, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. ആത്മാവിന് ഒരുക്കമുണ്ട്, പക്ഷെ ജഡം ബലഹീനമാ. പത്രോസിന്റെ ആത്മാവിന് ജഡത്തിനെ തട്ടി ഉണർത്താൻ പറ്റുന്നില്ല. പത്രോസെ മോനെ, എളുപ്പം ചാടി എണീക്കും, ഇപ്പൊ പടയാളികൾ വരുമെന്ന് പത്രോസിന്റെ ആത്മാവ് യഥാർത്ഥത്തിൽ പത്രോസിന്റെ ജഡത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, പടയാളി വാളുമായിട്ട് വരുന്നു, യേശുവിനെ പിടിക്കാൻ വരുന്നു, അവരിപ്പോ കുന്തമായിട്ട് വരുന്നു, നമ്മുടെ യൂദ ഒറ്റ കൊടുക്കും എന്ന് പത്രോസ് പെട്ടെന്ന് ദർശനം കണ്ടെങ്കിൽ, ഞാൻ ചോദിച്ചോട്ടെ, പത്രോസ് ഇരുന്ന് പ്രാർത്ഥിക്കുവോ അതോ ഉറങ്ങുവോ? നിങ്ങൾ പറ. അങ്ങനെ കണ്ടെങ്കിൽ, പത്രോസിന് മനസ്സിലായെങ്കിൽ, കണ്ടോ? അതിന്റെ അർത്ഥം എന്തുവാ? പത്രോസിന്റെ അകത്തിരിക്കുന്ന ആത്മാവ്, പത്രോസിന്റെ ആത്മാവിന് പത്രോസിന്റെ ജഡത്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പത്രോസിന്റെ ജഡത്തിനും പത്രോസിന്റെ ആത്മാവിനും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായി. അതുകൊണ്ട് പത്രോസ് കൂർക്കം വലിച്ച് ഉറങ്ങുക. ആര് വരാൻ ഇവിടെ? പത്രോസിന്റെ ആത്മാവിന് പത്രോസിന്റെ ജഡത്തോട്, മോനെ ചാടി എണീക്ക്, ഇപ്പൊ പടയാളികൾ വരും, നീ ഒന്ന് പ്രാർത്ഥിക്കുക. അല്ലെ, നീ 3 വട്ടം തള്ളി പറഞ്ഞ് നാണക്കേടാ. ലോകസഭ മൊത്തവും എത്ര കാലം ബൈബിൾ ഉണ്ടോ, ദൈവം ഈ ഭൂമിയിൽ നിങ്ങൾക്ക് വേണ്ടി സമയം തന്നിട്ടുണ്ട്, ആ കാലം മുഴുവനും പറഞ്ഞുകൊണ്ടിരിക്കും. നീ 3 വട്ടം തള്ളി പറഞ്ഞ് 3 വട്ടം തള്ളി പറഞ്ഞുകൊണ്ടേയിരിക്കും. കണ്ടോ? ആ ചരിത്രം നീ മാറ്റി എഴുതണം. അതിന് നീ ഒരു കാര്യം ചെയ്യണം, നീ ഉണർന്നിരിക്കി, നീ സെൻസ് ചെയ്യ്. 3 വട്ടം യേശു പറഞ്ഞു, അവര് 3 വട്ടം ഉറങ്ങിപ്പോയി. ആത്മാവിന് ജഡവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഇതാണ് വിശ്വാസിക്കും സംഭവിക്കുന്നത്. നിങ്ങളുടെ അകത്തിരിക്കുന്ന ആത്മ മനുഷ്യൻ, വീണ്ടും ജനിച്ച മനുഷ്യൻ, ആ വ്യക്തിക്ക് നമ്മുടെ ജഡവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയാൽ ഉറപ്പായിട്ടും പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി സൊല്യൂഷൻ പറഞ്ഞു തരും. നീ ഇടത്തോട്ട് പൊക്കോ, നന്മ അവിടെ ഉണ്ടെന്ന് തമ്പുരാൻ പറയുന്നത് കേൾക്കാൻ പറ്റും. മോളെ അങ്ങോട്ട് ചെല്ല്, അവിടെ ചെന്ന് നീ ഒരു സംഭവം ചെയ്താൽ അത്ഭുതം ഉണ്ടാകുമെന്നൊരു പ്രവാചകന്റെ സഹായമില്ലാതെ നിങ്ങളുടെ അകത്ത് മനുഷ്യന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെയാണ് നീയോ ഉപവസിക്കുമ്പോൾ. എന്താണ് ഉപവാസം? പറഞ്ഞു തരാം. അപ്പൊ പ്രാർത്ഥന എന്താന്നുള്ളത് മനസ്സിലായല്ലോ. പ്രാർത്ഥന നിങ്ങളുടെ ആത്മ മനുഷ്യനും നിങ്ങളുടെ ജഡവുമായി, മനസ്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് പ്രാർത്ഥന. ഇവിടെ മിസ്സായി കഴിഞ്ഞാലാണ് പലപ്പോഴും നമുക്ക് പോകേണ്ട വഴി തെറ്റിപ്പോകും നമ്മൾ. ഉദാഹരണം പറഞ്ഞ, തെക്കോട്ട് പോകാൻ വേണ്ടി ഞാൻ നോട് പറഞ്ഞു, നിങ്ങൾ വടക്കോട്ട് പോയി എന്നാ സംഭവിക്കും? പോയില്ലേ, എല്ലാം പോയില്ലേ. അപ്പൊ നമ്മുടെ ശരീരത്തെയും ആത്മാവിനെ കണക്ട് ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ഒരു ചാലകമാണ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ചോദ്യം, ഇവിടെ ആഹാരത്തിന്റെ റോൾ എന്തുവാ? കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് പറയുന്നു, ആഹാരം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല. ആഹാരം കഴിക്കാതിരുന്നാലും കഴിച്ചില്ലേലും അത് വലിയ കാര്യമൊന്നുമല്ല. അപ്പൊ ആഹാരം വെറുക്കപ്പെട്ട സംഭവമാണ് അല്ല. എന്തുണ്ണും എന്തുടുക്കുമെന്ന് വിചാരപ്പെട്ട തമ്പുരാൻ തരും. ആഹാരം വിലപ്പെട്ടതാണ്, ആഹാരത്തിന് മഹത്വമുണ്ട്, ദൈവം കൊടുക്കുന്നതാണ്. പക്ഷെ ആഹാരം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല എന്ന് ബൈബിൾ പറയുന്നു. അപ്പൊ ആഹാരം വെടിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഓക്സിജൻ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റത്തില്ല, പ്രശ്നമാ. വെള്ളം നമുക്ക് ഇഷ്ടം പോലെ കുടിക്കാം, പ്രശ്നമില്ല, നമുക്ക് സുലഭമാണ്. ആഹാരത്തിന്റെ പ്രത്യേകത ജഡത്തെ നമുക്ക് സ്റ്റേബിൾ ആക്കി നിർത്തുവാൻ ഹെൽപ്പ് ചെയ്യുന്ന ഘടകമാണ് ആഹാരവും വെള്ളവും. 10 ദിവസം ആഹാരം കഴിക്കാതിരുന്നാൽ എന്താ അവസ്ഥ ഒന്ന് പറഞ്ഞ്. 10 ദിവസം ആഹാരം കഴിക്കാതിരുന്നാൽ നിങ്ങൾക്ക് എന്ത് പറ്റും?
നമ്മുടെ നിങ്ങളുടെ ബലം ക്ഷയിക്കും. ബലം ക്ഷയിക്കും. ബലം ക്ഷയിക്കും. യേശു 40 രാവും 40 പകലും ഉപവസിച്ചു എന്ന് ബൈബിൾ പറയുന്നു. മരുഭൂമിയിൽ യേശു ഉപവസിച്ചു. ആ സമയത്ത് യേശു ഒന്നും ഭക്ഷിച്ചില്ല എന്നൊരു വാക്ക് കണ്ടോ? അപ്പൊ യേശു ക്രിസ്തു ഭക്ഷണം കഴിച്ചില്ലാത്തതിനേക്കാൾ ഉപരി ഭക്ഷണത്തെ മറന്നുപോയി. ഇനി ശ്രദ്ധിച്ചോണം, നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് ദൈവവചനം, ഞാൻ ആദ്യം പറഞ്ഞു പ്രാർത്ഥന, ഒത്തിരി തലം പ്രാർത്ഥനയുണ്ട്. ഈ വർഷം മുഴുവൻ നമ്മൾ പ്രാർത്ഥനയാണ് കൂടുതലും ധ്യാനിക്കുന്നത്. എല്ലാം ഉണ്ട്, എങ്കിലും പ്രാർത്ഥനയെ നമ്മൾ ധ്യാനിക്കും. പലതരം പ്രാർത്ഥനകളുണ്ട് ബൈബിളിൽ, ഒത്തിരി പ്രാർത്ഥനകളുണ്ട്. അതിൽ ഏത് ടൈപ്പ് പ്രാർത്ഥനയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ഉപകാരപ്പെടും. ഇപ്പം ഈ വർഷത്തെ ഒരു പ്രാർത്ഥനയെ മിസ്സാക്കരുത്, ഞാൻ യേശുവിന്റെ നാമത്തിൽ ഓർപ്പിക്കുകയാണ്. മിസ്സാക്കരുത്. പലതരത്തിലെ പ്രാർത്ഥന നമ്മൾ പഠിക്കും. എഫക്റ്റീവായിട്ടുള്ള പ്രയറുകൾ, നോർമൽ പ്രയർ, ആ പ്രാർത്ഥനയിലുള്ള യുദ്ധങ്ങൾ, ഇതെല്ലാം നമ്മൾ ഈ ദിവസങ്ങളിൽ മുഴുവൻ ചിന്തിക്കുന്നുണ്ട്. മിസ്സാക്കരുത്. ആമേൻ. അപ്പൊ നമ്മൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് വരുന്ന സമയം, അപ്പൊ നിങ്ങളുടെ ശരീരത്തിന്റെ അകത്ത് നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുമെന്ന് വിചാരിച്ചു. നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി മുറിക്കാതിരുന്നു. അതാണ് രഹസ്യ പ്രാർത്ഥനയിലേക്ക് ഞാൻ വരാൻ വേണ്ടി പോണേ. രഹസ്യ പ്രാർത്ഥന, യേശു തന്റെ ശിഷ്യന്മാരെ, നാട്ടുകാരെയൊക്കെ ഒഴിവാക്കിയിട്ട് ഇരുട്ട് നേരം വെളുത്താൽ പിന്നെ ആള് കൂടുന്ന യേശുവിന് മനസ്സിലായി. തമ്പുരാൻ എന്ത് ചെയ്തു? ആരെയും വിളിക്കാതെ ഒരു 3 മണിക്കോ 4:30ക്കോ ഏത് സമയം ആയിക്കോട്ടെ, ടൈമിന് ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഇരുട്ടുള്ള സമയം, നേരം വിളക്കുന്ന സമയം, ആരോടും മിണ്ടാതെ യേശു ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അത് പോയത് ടൗണിലേട്ടല്ല പോയത്, നിർജ്ജന പ്രദേശത്തേക്ക്, ആരുമില്ലാത്തൊരു സ്ഥലം. ദൈവവുമായിട്ട് കണക്റ്റ് ആവുക. അപ്പൊ ദൈവവുമായിട്ട് ആ സമയത്ത് കണക്റ്റഡ് ആകുന്നത് ആത്മാവാണ്. യേശുവിന്റെ ആത്മാവ്, അതായത് പ്രാർത്ഥന എന്നുള്ളത് ജഡത്തിന്റെ ആഗ്രഹമല്ല. ശരീരവുമായിട്ട് പ്രാർത്ഥനയ്ക്ക് കണക്ഷൻ ഇല്ല. ലോകവുമായിട്ടാണ് ശരീരത്തിന് കണക്ഷൻ. അപ്പൊ ദൈവവുമായിട്ട് എന്നെ കണക്ട് ചെയ്യുന്നത് പ്രാർത്ഥന. റോമർ 8:26 ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ആത്മാവ് നമ്മുടെ ബലഹീനതയെ സഹായിക്കുന്നു, വേണ്ടതുപോലെ പ്രാർത്ഥിക്കേണ്ടത്. അപ്പൊ ആത്മാവ് നമ്മളെ കണക്ട് ചെയ്യുക പ്രാർത്ഥനയിലൂടെ. അപ്പൊ യേശു അവിടെ പോയി നോക്കിക്കേ, ആ വാക്ക് കണ്ടോ? മത്തായിയുടെ സുവിശേഷത്തിൽ ആ വാക്ക് കണ്ടോ? യേശു അവിടെ പോയി പ്രാർത്ഥിച്ചു. മർക്കോസിന്റെ സുവിശേഷം കണ്ടോ? അവൻ നിർജ്ജന പ്രദേശത്തേക്ക് ചെന്ന് പ്രാർത്ഥിച്ചു. എന്തു പ്രാർത്ഥിച്ചു എന്ന് അവിടെ ഇല്ല. യോഹന്നാന്റെ സുവിശേഷം 12-ാം ഭാഗത്തിൽ പറയുന്നു, യേശു പറഞ്ഞു, കർത്താവ് നീ എപ്പോഴും എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്ന് പറയുന്നുണ്ട്. അവിടെയും യേശു എന്ത് പ്രാർത്ഥിച്ചു എന്ന് പറയുന്നില്ല. നീ എപ്പോഴും എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ കാണിക്കുക. ആമേൻ. അപ്പൊ ദൈവവുമായിട്ടുള്ള ബന്ധം, നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് ഈ ലോകവുമായിട്ടുള്ള കണക്ഷനാണ് ഫുഡ് എന്ന് പറയുന്നത്, ആഹാരം എന്ന് പറയുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവസന്നിധി ഇരിക്കുന്ന സമയം നമ്മൾ ശ്രദ്ധിച്ചോളൂ, നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ ഒരു TV കാണുമ്പോൾ നമുക്കൊരു മടുപ്പുമില്ല. എന്നാ സന്തോഷം അല്ലേ? സീരിയൽ കാണുമ്പോഴോ TV കാണുമ്പോഴോ നമ്മൾ യൂട്യൂബിൽ കയറുമ്പോഴോ ഫേസ്ബുക്ക് കയറുമ്പോഴോ ഒരു കുഴപ്പവും ഇല്ല. കാലൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ഇരിക്കാം, എങ്ങനെയാണ് നമുക്ക് ഇരിക്കാം. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. ഉടനെ നമുക്ക് വിശക്കുന്നു, ദാഹിക്കുന്നു, ഇറങ്ങിപ്പോകാൻ തോന്നുന്നു, സമയം നോക്കാൻ തോന്നുന്നു, ബസ് എപ്പോഴാന്ന് ചിന്തിക്കുന്നു, ബസ് പോയോ ചിന്തിക്കുന്നു. എന്തൊക്കെ ചിന്തകളാ! കാര്യം ജഡത്തിന് സന്തോഷം കിട്ടുന്നില്ല, ശരീരത്തിന് സന്തോഷം കിട്ടുന്നില്ല. അപ്പൊ ശരീരത്തിന്റെ ആഗ്രഹം ഈ ലോകവുമായിട്ട് ഇങ്ങനെ കളിച്ചിങ്ങനെ തിരിച്ചടക്കാൻ വേണ്ടി, ലോകവുമായിട്ട് എപ്പോഴും കണക്റ്റ് ആകുവാൻ ശരീരം ആഗ്രഹിക്കുന്നു, നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുന്നു. ആത്മാവിന്റെ ആഗ്രഹം ദൈവത്തോട് ചേരാനാണ്. എന്തിനാണെന്നറിയാവോ? ദൈവത്തിലുള്ള കാര്യങ്ങളെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ എന്നെ സഹായിക്കുന്ന ആളാണ് എൻ്റെ ആത്മാവ്. പരിശുദ്ധാത്മാവിനെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്, എൻ്റെ ആത്മാവിനെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? പ്രാർത്ഥനയിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, എന്നെ വളർത്തിയെടുക്കും ആത്മാവ്. അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇപ്പൊ ഒരു മുറിക്കകത്തിരിക്കും, നമ്മൾ നേരെ മുറിയിലോട്ട് വരുവാണ്. മുറിക്കകത്തിരുന്നുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിന് എന്തുണ്ടാവുന്ന അറിയാവോ? വിശപ്പ് വരും, ദാഹം വരും, ക്ഷീണം വരും. കാര്യം കുറെ കഴിയുമ്പോൾ നമ്മൾ ഒറ്റ ഇരിപ്പിരിക്കുമല്ലേ. ആ സമയത്ത് നിങ്ങൾ ആത്മാവിന്റെ ആഹാരം കഴിക്കണം. എന്താണ് ആത്മാവിന്റെ ആഹാരം? ഓർമ്മയുണ്ടോ? ആത്മാവിന്റെ ആഹാരം വചനമാണ്. ആമേൻ. അപ്പൊ വചനം നിങ്ങൾ ഭക്ഷിക്കുമ്പോൾ, അപ്പൊ അതുകൊണ്ടാണ് പല ഉപവാസത്തിലും നമ്മൾ പേനയും പേപ്പറും ഒക്കെ അവിടെ ചെല്ലും. അവിടെ പോയിട്ട് ദൈവദാസൻ ഇങ്ങനെ വചനം ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ നോട്ട് ചെയ്തുകൊണ്ടിരിക്കും. കുറെ കഴിയുമ്പോൾ നമ്മൾ ഉറങ്ങി അങ്ങ് വീഴും, നമ്മൾ ക്ഷീണിക്കും. നമ്മൾ വചനം ഭക്ഷിക്കുന്നില്ല. വചനം ഭക്ഷിക്കുമ്പോൾ
ഉദാഹരണം ഞാൻ പറയാം, ഞാനിപ്പോ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുക, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിന് എനിക്ക് അധികാരമുണ്ട്, ഒന്നും ഒരിക്കലും ഒരു ദോഷവും ഈ വചനം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചു. കുറെ നേരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ആത്മ മനുഷ്യൻ ഈ വചനത്തെ ഭക്ഷിക്കുക. ഉടനെ ഈ വചനത്തെ എൻ്റെ ആത്മ മനുഷ്യൻ ഈ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഏതെങ്കിലും പിശാചിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ എനിക്ക് ചുറ്റും, ആ സകല ബലത്തെയും ആ വചനം കൊണ്ട് ഉടച്ചു കളയും. അന്തരീക്ഷം മൊത്തം എന്ത് ചെയ്യും? ഈ വചനത്തിന്റെ ശക്തി കൊണ്ട് കവർ ചെയ്യും. അപ്പൊ ഈ ആത്മ മനുഷ്യൻ വളർന്നാൽ ശരീരത്തെ ഹെൽപ്പ് ചെയ്യും, ബോഡിയെ നിർത്തുവാൻ ആത്മാവിന് കഴിയും. ആമേൻ. ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങളുടെ ആത്മ മനുഷ്യന് നിങ്ങളുടെ ശരീരത്തെ നിലനിർത്താൻ. അതുകൊണ്ടാണ് യേശു 40 ദിവസം രാവും പകലും മരുഭൂമിയിൽ ഇരിക്കുക. അവൻ ആ സമയത്ത് ഒന്നും ഭക്ഷിച്ചില്ല. അപ്പൊ എന്റെ ചോദ്യം, സാത്താന് മനസ്സിലായി 41-ാം ദിവസം യേശുവിന് ക്ഷീണം വരും. അപ്പൊ ക്ഷീണം വരുമെന്ന് മനസ്സിലായിട്ട് പരീക്ഷിക്കാൻ വേണ്ടി ചാടി വന്നിട്ട് ഒരു കല്ലെടുത്ത് എറിഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് അപ്പമാകാൻ പറഞ്ഞു. ഉടനെ യേശു പറയാം, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല വചനം കൊണ്ട് ജീവിക്കും. കണ്ടോ? അതിന്റെ അർത്ഥം എന്തുവാ? ഈ 40 ദിവസം യേശു ജീവിച്ചത് വചനം ഭക്ഷിച്ച. അപ്പൊ വചനം ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ബൈബിൾ പറഞ്ഞു 40-ാം ദിവസം യേശുവിന് വിശന്നു എന്ന് പറഞ്ഞു. അപ്പൊ 40 ദിവസം വിശക്കാത്ത യേശു 41-ാം ദിവസം 40 ദിവസം കഴിഞ്ഞപ്പോൾ യേശുവിന് വിശന്നു. അതിന്റെ അർത്ഥം യേശു ആ പ്രാർത്ഥനയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ആ സ്ഥലത്ത് നിന്നും, അല്ലെങ്കിൽ ആ അത്രയും നേരം ചെയ്തുകൊണ്ടിരുന്ന പ്രാർത്ഥനയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ യേശുവിന് വിശന്നു. അപ്പൊ എന്റെ ചോദ്യം, ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്ക് വിശക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഞാൻ പറയുന്നു, നന്നായിട്ട് വചനം ഭക്ഷിക്കണം. നമ്മൾ അതിനെ ഇപ്പൊ ഞാൻ എസ്രായുടെ പുസ്തകം ഞാൻ ഇന്നിപ്പോ അത് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയാണ്. ബാക്കി ഭാഗമായിട്ട് വരും. മുഴുവൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റയടിക്ക് സമയം നമുക്ക് കുറവാണ്. ഞാൻ അതിന്റെ ഓരോ ഭാഗമായിട്ടെന്ന് പറയും, ശ്രദ്ധിച്ചോണം. എസ്രായുടെ പുസ്തകത്തിലേക്ക് അവർ പറയുകയാണ്, ഞങ്ങൾക്ക് അവിടെ ചോദിക്കാൻ ലജ്ജ വന്നു. നോക്കിക്കേ, കുതിരച്ചേവകരെയും രാജാവിനോട് ചോദിപ്പാൻ ഞാൻ ലജ്ജിച്ചിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഉപവസിച്ചു. അപ്പൊ രാജാവിന് വേണ്ടിയല്ല ഉപവസിക്കുന്നത്, ദൈവസന്നിധിയിലാണ്. ഞങ്ങളും ദൈവത്തോട് അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചു. നോക്കിക്കേ, ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അവൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. അപ്പൊ എന്റെ ചോദ്യം, പ്രാർത്ഥിച്ചതൊക്കെ എന്തിനാ ഉപവസിച്ചത്? മറ്റൊരു ഭാഗത്ത് പറഞ്ഞാൽ, നാളെ വാക്കിയെടുക്കുക തുടങ്ങി പോക്കുവാണ്, നമ്മുടെ ശരീരത്തെ അറ്റൻഷനിലേക്ക് കൊണ്ടുവരികയാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, എന്തുകൊണ്ട് പത്രോസിന് മനസ്സിലായില്ല ചേവകർ വരുന്നുണ്ടെന്ന്? എന്തുകൊണ്ട് യേശു പിടിക്കപ്പെട്ടുവെന്ന്, ഇന്ന് രാത്രി യേശുവിനെ പിടിക്കുമെന്ന് പത്രോസിന് മനസ്സിലായില്ല? ഇത്രയും നാൾ യേശുവിന് കൂടെ നടന്നതല്ലേ? യേശു പറഞ്ഞു, അത് ആത്മാവ് ഒരുക്കമുണ്ട്, പക്ഷെ ജഡത്തിലേക്ക് അത് വരുന്നില്ല. മെസ്സേജ്, ദൈവം സംസാരിക്കുന്ന കാര്യത്തെ കമ്മ്യൂണിക്കേഷൻ വരുന്നില്ല. ആ കമ്മ്യൂണിക്കേഷൻ അവിടെ ബ്രേക്ക് ആയി പോവുക. അപ്പൊ ഞാൻ ഇന്ന് ആ സാക്ഷ്യം പറഞ്ഞതിന്റെ കാര്യം, ആ പിതാവ് മകളെ കുറിച്ച് ഭാരപ്പെടുക. പക്ഷെ ആ പിതാവിന്റെ ഭാരം എന്ന് വെച്ചാൽ, എന്റെ മകൾ എന്നോട് ചോദിച്ചു, ബ്രദറെ എന്റെ മോളിനി തിരിച്ചു വരുവോ? ഞാൻ വളരെ സ്ട്രഗിൾ ചെയ്യുക. അവൾ നല്ല ആക്റ്റീവ് ആയിരുന്നു, കൊയറൊക്കെ ചെയ്യുന്ന പ്രാർത്ഥനയിലൊക്കെ നല്ല ആക്റ്റീവ് ആയിരുന്നു. പക്ഷേ ഇപ്പൊ അവള് പിന്മാറ്റത്തിൽ പോയി, അവള് ചർച്ചയിൽ വരാറില്ല, എപ്പോഴും ക്വസ്റ്റ്യൻസ് ആണ്. അവര് പറഞ്ഞത് സയൻസ് അല്ലേ വലുത്, അങ്ങനെയല്ലേ വലുത്, ഭയങ്കര സംഭവങ്ങളാണ് മൗള് പറയുന്നത്. ഞാൻ എന്ത് ബ്രദറെ മറുപടി പറയും? ദൈവം എങ്ങനെ അവളെ തൊടും? അപ്പൊ ദൈവത്തിന്റെ കൺഫർമേഷൻ തമ്പുരാൻ പറയുകയാണ്, ദൈവം അവളെ തൊടും. അപ്പൊ ദൈവം തൊടുമെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് അത് വിശ്വാസം വരണ്ടേ? കർത്താവ് തൊടും. കാര്യം സങ്കടപ്പെട്ടിരിക്കുക. ഒരു കൺഫർമേഷൻ വേണമല്ലോ. ദൈവം സംസാരിച്ചു എന്നുള്ള കൺഫർമേഷൻ എന്തുവാ? ഒരു മുൻപരിചയമില്ലാത്ത രണ്ടുപേര് തമ്മിൽ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് പറഞ്ഞു, മെയ് മാസത്തിൽ ജനിച്ച വ്യക്തി യേശു തൊടുക. അപ്പോൾ പറഞ്ഞു, മോളാ മെയ് മാസം ജനിച്ചത്. കണ്ടോ? ആ ഡേറ്റ് വെളിപ്പെടുത്തി. ആ പിതാവ് ഹാപ്പിയായി. അയ്യോ ബ്രദറെ, കർത്താവ് ഒരു കൺഫർമേഷൻ തന്നു. കണ്ടോ? എങ്ങനെ മനസ്സിലായി? അപ്പൊ ബ്രദറിന്റെ അകത്തിരുന്ന ബ്രദറിന്റെ ആത്മാവോട് ദൈവാത്മാവ് സംസാരിച്ചിട്ട് നമ്മുടെ മനസ്സിലൂടെ, നാവിലൂടെ പുറത്തേക്ക് വന്നു. കണ്ടോ? അപ്പൊ എനിക്കൊരു കാര്യം, എൻ്റെ ആത്മാവിടെ ദൈവം സംസാരിച്ചു, ഈ മെയ് മാസം എന്നുള്ള സംസാരിച്ചു. പക്ഷെ എൻ്റെ ആത്മ മനുഷ്യന് അത് പുറത്തേക്ക് കൊടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. എൻ്റെ മനസ്സ് വഴി, എൻ്റെ ചിന്ത വഴി ഈ കാര്യത്തെ നാവിലൂടെ പുറത്തേക്ക് പോകാനുള്ള കപ്പാസിറ്റി ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാവോ? ഞാൻ പറയും, സഹോദര കർത്താവ് സഹായിക്കും. ആ വ്യക്തി സങ്കടത്തോടെ പോകും. പക്ഷെ ഇതൊരു ഉറപ്പ് കിട്ടിയത് കണ്ടോ? അപ്പൊ നമ്മുടെ ജഡത്തെയും ആത്മാവിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഘടകമുണ്ട്. ഈ കണക്ട് ചെയ്യുന്ന ഒരു ഘടകമാണ് പ്രാർത്ഥന. ശ്രദ്ധിച്ച്,
ഇനി ഞാൻ ആ ജഡത്തിന് ഇത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അപ്പൊ ഉപവാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ടൈമിൽ ആഹാരത്തെ പറ്റി ഞാൻ പറയുവാണ്. നമ്മൾ പലപ്പോഴും ആഹാരം വെടിഞ്ഞ് ഉപവസിക്കാറുണ്ട് അല്ലെ? ആഹാരം വെടിഞ്ഞ് ഉപവസിക്കാറ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ഈ ആഹാരം വെടിഞ്ഞ് ആഹാരം രണ്ട് തരം ഉപവാസമുണ്ട്. പഴയ നിയമത്തിൽ ഉപവാസവും പുതിയ നിയമത്തിൽ ഉപവാസമുണ്ട്. പഴയ നിയമത്തിൽ ഉപവാസങ്ങൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തായിരുന്നു. പഴയ നിയമത്തിൽ ഉപവാസങ്ങളെല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും കർത്താവ്, അവർക്കിപ്പോ നമ്മൾ എസ്രായുടെ പുസ്തകം വായിച്ചില്ലേ, രാജാവോട് ചോദിപ്പാൻ ലജ്ജയായിരുന്നു, അതുകൊണ്ട് ദൈവത്തോട് ചോദിച്ചു, ദൈവം പ്രാർത്ഥന കേട്ടു. ഓക്കെ, അപ്പൊ ദൈവത്തോട് ചോദിക്കുകയാണ്, ഒരു ആവശ്യം ചോദിക്കുകയാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴേക്ക് ഇനി ആവശ്യങ്ങൾ ചോദിക്കേണ്ട ആവശ്യം ലഭിച്ചു കഴിഞ്ഞു. പക്ഷെ നമുക്കത് കാണാനോ അനുഭവിക്കാനോ പറ്റുന്നില്ല. മനുഷ്യന് അത് എടുക്കാൻ പറ്റുന്നില്ല. ഈ മനുഷ്യന് സ്ട്രെങ്ത് കൊടുക്കുകയാണ് പുതിയ നിയമത്തിലെ ഫാസ്റ്റിംഗ്. ശ്രദ്ധിച്ചോണം, പുതിയ നിയമത്തിലെ ഫാസ്റ്റിംഗ് ഒന്നും കിട്ടാൻ പ്രാർത്ഥിക്കുകയല്ല. പുതിയ നിയമത്തിലെ ഫാസ്റ്റിംഗ് കിട്ടിയതിനെ എടുത്തുപയോഗിക്കുവാൻ കപ്പാസിറ്റി കൊടുക്കുന്നതാണ് ഫാസ്റ്റിംഗ് പുതിയ നിയമത്തിൽ. ശ്രദ്ധിച്ചോണേ. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിന്റെ അകത്ത് യേശു പറഞ്ഞു, എന്തുണ്ണും എന്തുടുക്കുമെന്ന് നീ വിചാരപ്പെടണ്ട. നോക്കിക്കേ, എന്തുണ്ണും എന്തുടുക്കുമെന്ന് വിചാരപ്പെടണ്ട. നോക്കിക്കേ, വയലിലെ താമര നോക്കുവിൻ, അവ അധ്വാനിക്കുന്നില്ല, നൂൽ നോക്കുന്നില്ല, എന്നാൽ അവ വളരുന്നത് കണ്ടോ? ഇന്നുള്ളത് നാളെ അടുപ്പിലിടുന്ന വയലിലെ പുല്ലെ ദൈവം ഇങ്ങനെ ചമച്ചുവെങ്കിൽ അല്പവിശ്വാസം നിങ്ങളെ എത്ര അധികം. ആകയാൽ എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നീ അന്വേഷിക്കേ വേണ്ട. എല്ലാം തന്നു ദൈവം. സ്വർഗത്തിലെ സകല ആത്മീയത്തിന് തന്നു കഴിഞ്ഞിരിക്കുന്നു. അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇതെല്ലാം കേട്ട്, പക്ഷെ ബ്രദർ ഇതൊക്കെ എവിടെയാ? അബ്രഹാമിന് അനുഗ്രഹം കിട്ടിയെന്ന് പറഞ്ഞു, എന്റെ വീട്ടിലൊന്നും കാണുന്നില്ല. കണ്ടോ? സ്വർഗത്തിലെ സകല ആത്മീയത്തിൽ കിട്ടി, പക്ഷെ എന്റെ ജീവിതത്തിൽ ഒന്നും കാണാൻ പറ്റുന്നില്ല. കാണാൻ പറ്റാത്തതിന്റെ കാരണം മനുഷ്യനെ കൊണ്ട് അത് എടുക്കാൻ പറ്റത്തുള്ളൂ. ആത്മീയൻ സകലത്തെയും വിവേചിക്കുന്നവൻ ആരാലും വിവേചിക്കപ്പെടുന്നില്ല. അവൻ ദൈവത്തിന്റെ ആഴങ്ങളെ അറിയുന്നു. അപ്പൊ ഈ ബ്ലെസ്സിങ്ങുകളെ എടുത്തുപയോഗിക്കുവാൻ കപ്പാസിറ്റി ഉള്ള ആളാണ് മനുഷ്യൻ. ഇതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ശിഷ്യന്മാർ പറഞ്ഞു, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്ക്, പരീക്ഷ വരുക. എവിടെ കേൾക്കാൻ? അവരുടെ മനസ്സ് പറയുന്നത് നല്ല സുഖമായിട്ടൊക്കെ നാളെ യെരുശലേമിൽ പോകാനുള്ളത്, രാവിലത്തെ ബസ്സിൽ കയറി പോകണം. ഇപ്പൊ ഉറങ്ങിയാലേ നാളെ ബസ്സിൽ ഇരുന്നുകൊണ്ട് ഉറങ്ങാതിരിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ യേശുവിന് മനസ്സിലായി പടയാളുകൾ വരുന്നുണ്ട്. കാര്യം യേശുവിന്റെ മനുഷ്യൻ സ്ട്രോങ് ആണ്. യേശുവിന്റെ മനുഷ്യൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ശിഷ്യന്മാരുടെ മനുഷ്യൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. ദൈവാത്മാവ് സംസാരിക്കുന്നുണ്ടെങ്കിലും ഔട്ട്പുട്ട് കിട്ടുന്നില്ല. അപ്പൊ ഈ ഔട്ട്പുട്ടിലേക്ക് നമ്മൾ വരാൻ നമ്മളെ സഹായിക്കുന്ന ആളാണ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഫാസ്റ്റിംഗ്. ഇനി എങ്ങനെയാണ് ഉപവസിക്കേണ്ടത്? അതിന്റെ തുടക്കം ഇട്ടിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോണ സമയം പറന്നുപോയി. ഇത്ര നേരം എടുത്തു, 1 മണിക്കൂർ പോയി, അറിഞ്ഞില്ല. നിങ്ങൾ അറിഞ്ഞോ 1 മണിക്കൂർ പോയത്? ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ആമേൻ. ഇവിടെ നോക്കിക്കേ. അപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉപവാസം ഇരിക്കുന്ന സമയത്ത്, നിങ്ങൾ വന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി വചനമൊക്കെ ഇരിക്കുന്ന സമയത്ത്, നിങ്ങൾ ആദ്യം ഈ വചനം എന്നുള്ളത് എൻ്റെ മനുഷ്യന്റെ ഫുഡാണ്. മറക്കരുത്. ഈ ഫുഡ് കഴിച്ചോണ്ട് വേണം ഞാൻ എന്ത് ചെയ്യാൻ? എനിക്ക് ഉപവാസത്തോടെ ഇരിക്കാൻ. അപ്പൊ ബൈബിളിലെ വചനം ഫുഡാണ്, ആത്മാവിന്റെ ആഹാരമാണ്. കട്ടിയായ ആഹാരമുണ്ട്, പാലായിട്ടും വചനത്തെ കാണാം. ഈ ഫുഡുമായിട്ട് വേണം ഇരിക്കാൻ. അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾ പേപ്പറും പേനായിട്ട് ഇരുന്നുകൊണ്ട് നോട്ട് ചെയ്യുന്ന ഞാൻ പറഞ്ഞോ, അവിടുന്ന് നോട്ട് ചെയ്ത് അവസാനം ആ ബുക്ക് ഇപ്പോഴും അവിടെ തന്നെ ഇരിപ്പുണ്ട്. അടുത്ത ആൾ വരുമ്പോഴേക്കും പിന്നെയും തുറക്കും, അടുത്ത പുതിയ ബുക്ക്. അല്ല, ഭക്ഷിക്കണം അവിടെ ഇരുന്നുകൊണ്ട്. അപ്പൊ മനുഷ്യന് ഫുഡ് കൊടുക്കുമ്പോൾ ഈ പുള്ളി നമ്മുടെ ജഡത്തെ എന്ത് ചെയ്യും? ടേക്ക് ഓവർ ചെയ്യും. ശരീരത്തെ പിടിച്ചു നിർത്തുവാൻ ഈ പുള്ളിക്ക് ശക്തി വേണം. ഇപ്പൊ ഞാൻ ഉദാഹരണമായിട്ട് പറയാം. ഒരാൾ വീഴാൻ വേണ്ടി പോവാന്ന് വിചാരിച്ചു. 100 കിലോ ഉള്ള ഒരാൾ വീഴാൻ വേണ്ടി പോവാ. പെട്ടെന്ന് 150 കിലോ ഉള്ള ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ മറിഞ്ഞ് വീഴുക. 30 കിലോ ഉള്ള ആൾ ഓടി ചെന്ന് താങ്ങി പിടിച്ച് എന്നാ സംഭവിക്കും? ഒന്ന് പറഞ്ഞ്. അയാളും വീഴും, നടുവ് ഓടിയും. അപ്പൊ എന്റെ ചോദ്യം, എന്തിനാ സഹായിക്കാൻ വേണ്ടി പോയത്? പുള്ളി പറയും പിന്നെ ഒരാൾ വീഴുമ്പോ നോക്കിയിരിക്കണോ? നോക്കി ഇന്നപ്പോ എന്നാ സംഭവിച്ചു? ഓടിപ്പോയി ഹെൽപ്പ് ചെയ്തു. പക്ഷെ 150 കിലോ ഉള്ള ഒരാളെ 30 കിലോ ഉള്ള ഒരാൾ പിടിച്ചപ്പോ എന്നാ സംഭവിച്ചു? നടുവൊടിഞ്ഞ് വീണു, താഴെ പോയി. ഇതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മനുഷ്യൻ ഈ ജഡത്തെ ഒന്ന് പിടിച്ചു നിർത്താൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല. ഈ പുള്ളിക്ക് ബലം വേണ്ടേ? മനുഷ്യൻ സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾ ഭക്ഷണത്തെ മറന്നുപോകും. ഒയ്യോ,
ആത്മമനുഷ്യൻ സ്ട്രോങ് ആണെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള ഫുഡ് വന്നുകൊണ്ടേയിരിക്കും, ജഡത്തിനുള്ള ബലം വന്നുകൊണ്ടേയിരിക്കും. ഇവിടെ കുഴപ്പമെന്നറിയാവോ? നമ്മൾ ഉപവസിച്ച് അവസാനം വയറും കത്തി എങ്ങനെയും ഇതൊന്ന് തീർന്നാൽ മതി ഉപവാസം. നമ്മളെ പഠിക്കുന്നതുകൊണ്ട് ഐസ്ക്രീം തിന്നൊക്കെ സ്വപ്നം കാണും അല്ലേ? ഉപവസിക്കുമ്പോൾ പെട്ടെന്ന് പിശാച് കൊണ്ടുവന്ന് ബിരിയാണി എന്ന കാര്യം നമ്മുടെ മനസ്സ് മൊത്തത് കഴിഞ്ഞിട്ട് വേണം പോയിരുന്ന് ബിരിയാണി കഴിക്കാൻ. ജഡത്തെ ദണ്ണിപ്പിക്കുന്നതല്ല ഉപവാസം, പകരം ജഡത്തെ പോഷിപ്പിക്കുന്നതാണ് ആത്മാവിന്റെ ആഹാരം കൊടുത്ത്. അതുകൊണ്ടാണ് യേശുവിന് ഉപവാസം കഴിഞ്ഞപ്പോൾ വിശന്ന്, അതിന് മുമ്പ് വിശന്നില്ല. മോശ 40 രാവും പകലും ദൈവസന്നിധിയിലേക്ക് പോകും. അവൻ ആ നാളൊന്നും കഴിച്ചില്ല. മോശ തിരിച്ചിറങ്ങി വന്നപ്പോൾ ഉടനെ എവിടെയാ ചെമ്പ് നോക്കി വന്നില്ല, എവിടെയാ അടുക്കള എന്നാണ് ചോദിച്ചത്. അതൊന്നും മറന്നുപോയി പുള്ളി. കാരണം എന്നറിയാവോ? ആത്മീയ ആഹാരം ഭക്ഷിച്ചപ്പോൾ ശരീരത്തിലും പോഷകം ഉണ്ടായി. ആമേൻ. അപ്പൊ ഇവിടം കൊണ്ട് ഞാൻ നിർത്തുവാണ്. അപ്പൊ നാളെ നമ്മൾ ഫാസ്റ്റിങ്ങിലേക്ക് വരികയാണ്. എന്താണ് ഫാസ്റ്റിംഗ്? പുതിയ നിയമ വിശ്വാസിയുടെ ഉപവാസം എന്താണ്? പഴയ നിയമ വിശ്വാസിയുടെ ഉപവാസം എന്താണ്? ഉപവാസവും പ്രാർത്ഥനയിലൂടെ നമുക്ക് എന്തെല്ലാം ഗുണങ്ങൾ കിട്ടും? ഒന്ന് ഞാൻ പറഞ്ഞു, ദൈവത്തിൽ നിന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. കമ്മ്യൂണിക്കേഷൻ, ദൈവം സംസാരിക്കുന്നത് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കും. ഇത് മറന്നുപോലും നാളെ ഇവിടുന്ന് ഞാൻ ചോദിക്കുക എന്താണെന്നുള്ളത് ചോദിക്കും. പ്രാർത്ഥന ദൈവത്തിന്റെ കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കി തരുവാൻ ആത്മമനുഷ്യന് കൊടുക്കുന്ന കണക്ഷനാണ് പ്രാർത്ഥന. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ആത്മമനുഷ്യന്റെ കണക്ഷനാണ് പ്രാർത്ഥന. ഇനി ഉപവാസം എന്നെ എങ്ങനെ സഹായിക്കുന്നു? ഇപ്പം ഉപവാസം ചെയ്യുമ്പോൾ എങ്ങനെയാണ് എനിക്ക് കമ്മ്യൂണിക്കേഷൻ കണക്റ്റ് ആകാൻ വേണ്ടിയാണ് ഫാസ്റ്റിംഗ്. ദൈവം തന്നതിനെ എടുത്തുപയോഗിക്കുവാനുള്ള എൻ്റെ ആത്മമനുഷ്യന്റെ കപ്പാസിറ്റിയിലേക്ക്, എൻ്റെ ലൈഫിലേക്ക് അതിനെ കൊണ്ടുവരിക, ബ്ലെസ്സിങ്ങുകളെ കൊണ്ടുവരിക, അനുഗ്രഹത്തെ കൊണ്ടുവരിക. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥിക്കുന്ന അഭിഷക്തന്മാർ അല്ലെങ്കിൽ ഉപയോഗിക്കപ്പെടുന്ന ദൈവദാസന്മാര് കൈവപ്പിലൂടെയോ പ്രാർത്ഥിക്കുന്നതിലൂടെയോ അത്ഭുതങ്ങൾ ഉണ്ടാകുന്നതിന്റെ കാരണം അവരുടെ ആത്മമനുഷ്യൻ സ്ട്രോങ് ആണ്. അപ്പൊ ചോദ്യം, ബ്രദറെ ഞങ്ങൾക്കുള്ളത് സെയിം ആത്മാവ് തന്നെ അല്ലേ? പലരും പറയും. അതന്നെ ഞങ്ങൾക്കതൊന്നും വെളിപ്പെട്ടത് വരാത്തത്. കണ്ടോ? ഞങ്ങൾക്കുള്ളതും അതേ ആത്മാവ് തന്നെയല്ലേ? ഞങ്ങളുടെയും പ്രാർത്ഥന അത് തന്നെയല്ലേ? ഞങ്ങളുടെയും ബൈബിൾ അത് തന്നെയല്ലേ? ഞങ്ങൾക്ക് എന്നാ ദൈവം ഒന്നും സംസാരിക്കാത്തത്? കാരണം അവരവരുടെ ആത്മമനുഷ്യനെ ട്രെയിൻ ചെയ്തെടുത്തിരിക്കുന്നു, സ്ട്രെങ്ത് ആക്കി എടുത്തിരിക്കുന്നു. അവർക്ക് ദൈവത്തിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകളുണ്ട്. അത് യൂസ് ചെയ്തിട്ടാണ് അവർ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഒരു പ്രവചന ശുശ്രൂഷ ചെയ്യുമ്പോൾ, കൃപാവര ശുശ്രൂഷ ചെയ്യുമ്പോൾ, ഏതെങ്കിലും ശുശ്രൂഷ ചെയ്യുമ്പോൾ ആത്മമനുഷ്യന്റെ കപ്പാസിറ്റിക്കകത്തു നിന്നുകൊണ്ടാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സെയിം സ്പിരിറ്റ് തന്നെയാണ്, പക്ഷെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വ്യത്യാസമുണ്ട്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കറക്റ്റ് അല്ല എങ്കിൽ, കണക്ഷൻ കറക്റ്റ് അല്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല? പത്രോസ് ശ്ലീഹാനെ പോലെ കിടന്ന് ഉറങ്ങേണ്ടി വരും. പരീക്ഷ വരുമ്പോഴേക്കും വാളെടുത്ത് വെട്ടേണ്ടി വരും. 3 വട്ടം കൂകേണ്ടി വരും. അവസാനം കർത്താവേ അബദ്ധം പറ്റുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മുന്നമ്മേ അറിയാൻ പറ്റും, കാര്യങ്ങളെ മുൻകൂട്ടി അറിയാൻ പറ്റും. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അപ്പൊ നാളെ നമ്മുടെ വിഷയം അതാണ്. അപ്പൊ ഞാൻ ഇത്രയും കേട്ടതിൻ്റെ അകത്ത് ആകത്തുക ഞാൻ പറഞ്ഞു. നാളെ അവിടെ ഞാൻ ചോദിക്കും. അത് മറന്നുപോയ വേറെ വിഷയത്തിലേക്ക് നമ്മൾ പോകും. യൂട്യൂബിൽ കിടപ്പുണ്ട് ഈ വീഡിയോ, വീണ്ടും കേൾക്കുക. അപ്പം നമ്മൾ ഈ ദിവസങ്ങളിൽ മുഴുവനും ഇത് ബേസ് ചെയ്ത് തിരുവചനം. അപ്പൊ കോട്ടയത്ത് 24-ാം തീയതി പ്രാർത്ഥന നടക്കുന്നു. കോട്ടയത്ത് നമ്മുടെ വെർച്വൽ മീറ്റിംഗ് ആണ്. ഞാൻ സ്ക്രീനിൽ നിങ്ങൾക്ക് ശുശ്രൂഷിക്കും. എന്നാൽ അന്യഭാഷാ പ്രാർത്ഥനയും വിടുതൽ ശുശ്രൂഷയുമാണ് കോട്ടയത്ത് നടക്കാൻ വേണ്ടി പോകുന്നത്. കോട്ടയത്തോട്ട് അടുത്തുള്ളവർക്ക് വരാൻ ആഗ്രഹം, നിർബന്ധമില്ല. ഞാൻ വീണ്ടും പറയുന്നു, നിർബന്ധിച്ചാരും വരുന്നില്ല. ബ്രദർ പറഞ്ഞുകൊണ്ട് ഞാൻ വരുവാന്ന് ആരും പറയല്ലേ. ചിലർ പറയും, ബ്രദറെ തിരുവനന്തപുരത്ത് ആ വീട് എനിക്ക് ആഗ്രഹമുണ്ട്, ബ്രദറെ വന്നാൽ കുഴപ്പമുണ്ട്. ഒരു കുഴപ്പമില്ല, ഇഷ്ടമുണ്ട്, നിങ്ങൾക്ക് വരാം. ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സാഹചര്യങ്ങൾ ഉള്ളവർക്ക് വരാം, നിർബന്ധമൊന്നുമില്ല. കോട്ടയത്ത് പ്രാർത്ഥന നടക്കുന്നുണ്ട്. കർത്താവ് വലിയ കാര്യങ്ങൾ. കൊല്ലത്തും പ്രാർത്ഥന നടക്കുന്നുണ്ട്. ഈ മാസം കൊല്ലത്തും പ്രാർത്ഥന ക്രമീകരിക്കുന്നു. കൊല്ലംകാരുടെ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു ഹോള് അതിനുകൊണ്ട് ക്രമീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊല്ലത്തും കോട്ടയത്തും ഈ മാസം തന്നെ പ്രാർത്ഥനകൾ ക്രമീകരിക്കുന്നു. നന്ദി യേശുവേ. എൻ്റെ കൂടെ ഒന്ന് നന്ദി പറഞ്ഞ് പരിശുദ്ധാത്മാവേ, എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് ഇന്ന് നമ്മുടെ ആത്മമനുഷ്യനെ ഒന്ന് ബലപ്പെടും. അപ്പം ഈ ദിവസങ്ങളിൽ ഭക്ഷിക്കണം, നന്നായിട്ട് ഭക്ഷണം കഴിക്കണം. ആത്മാവിൻ്റെ ഭക്ഷണം. നമ്മൾ ബിരിയാണി കഴിച്ചാൽ ആത്മാവിനെ ഭക്ഷണം കൊടുക്കണം. നമ്മൾ എന്ത് കഴിച്ചാലും ആത്മാവിന് ഭക്ഷണം കൊടുക്കണം. ആത്മാവിന് ഭക്ഷണം കൊടുത്താൽ ഈ പുള്ളി പറഞ്ഞു തരും എന്താണ് ചെയ്യേണ്ടത്. ദൈവം സംസാരിക്കും. യേശുവേ, ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നപ്പം ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളിപ്പോൾ യേശുവിന് അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നപ്പ. ഓ ഹോളി സ്പിരിറ്റ്,
എല്ലാവരും ഒന്ന് നന്ദി പറഞ്ഞു. യേശുവേ, കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരും പ്രതിസന്ധിക്കകത്തായിരിക്കുന്നവരും ആരെങ്കിലുമൊക്കെ ഉണ്ടോ? എന്നാൽ യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചു. ഇന്ന് നിങ്ങളുടെ വിടുതല, ഇന്ന് നിങ്ങളുടെ അത്ഭുതമാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അല്പനേരം എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവേ, അങ്ങയുടെ കൃപയ്ക്കായി നന്ദി പറയുന്നു. അങ്ങ് എന്നെ സഹായിക്കുന്നല്ലോ, അങ്ങ് എന്നെ സഹായിക്കുന്നല്ലോ, അങ്ങ് എന്നെ സഹായിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഞാൻ യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ. ഞാനൊരു ഭവനത്തിൻ്റെ അകത്ത് കർത്താവ് എന്നെ ഒരു കാഴ്ച കാണിക്കും. ഞാൻ ആ ഭവനത്തിൻ്റെ അകത്ത് കാണുമ്പോൾ ഈ കയറി വരുന്ന ഹോളിൽ തന്നെ ബ്ലൂ കളറിൽ ഒരു ബോട്ടിൽ ആ ഹോളിൽ ജനലിൻ്റെ അടുത്തിരിക്കുന്ന ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ബ്ലൂ കളറിൽ ഒരു ബോട്ടിൽ ഈ ജനലിൻ്റെ അടുത്ത് ചേർന്നിരിക്കുന്ന ഒരു ഭാഗത്ത് അതിരിക്കുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുക. ഒരു അടയാളമായിട്ട് ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഞാൻ ആ ഭവനത്തിൻ്റെ അന്തരീക്ഷത്തിൻ്റെ അകത്ത് വലിയൊരു പ്രവൃത്തിക്ക് വേണ്ടി ദൈവം ഒരുക്കുക. ഓ യേശുവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ആ ഭവനത്തിൻ്റെ അന്തരീക്ഷം ചേഞ്ച് ആകുക. ആ ഭവനത്തിൻ്റെ അന്തരീക്ഷത്തിൻ്റെ അകത്ത് ചേഞ്ച് വരുത്തുക. ആ ഭവനത്തിൽ നിന്നും ദൈവത്താൽ ഒരു യാത്ര കർത്താവ് ഒരുക്കാൻ വേണ്ടി പോവുക. ഓ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഞാൻ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവത്താൽ ഒരു യാത്ര, ഞാനിങ്ങനെ കാണുന്ന ഒരു ബാഗ് എല്ലാം പാക്ക് ചെയ്ത് ദൈവത്താൽ അയക്കപ്പെടുന്ന രാജ്യത്തിലേക്ക് ഒരു യാത്ര, മറ്റൊരു രാജ്യത്തേക്ക് ഒരു യാത്ര ദൈവത്താൽ ഒരുക്കാൻ വേണ്ടി. പറഞ്ഞു സിസ്റ്ററെ. എന്റെ വീട്ടിലാണ് പാസ്റ്റർ, ഞാൻ തൊടുപുഴയിലാണ്. ഇപ്പോൾ പേര് എന്റെ വീട്ടിലാണ് ബോട്ടിലിരിക്കുന്നത്. എന്റെ കൊച്ചു മോന്റെ വെള്ളം കുടിക്കുന്ന ബോട്ടിലാ ഇത്. ഈ പറഞ്ഞ പോലെ ആ കാലം നമ്മുടെ ജനലിനോട് ചേർന്നാണ് അതിരിക്കുന്നത് സിസ്റ്ററെ? അതെ 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 അതെ. ഓ, കർത്താവ് ഇന്ന് വലിയൊരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടി പോകട്ടോ. ആ കുടുംബത്തിൽ നിന്ന് ഒരു യാത്രയ്ക്ക് വേണ്ടി ഒരു വ്യക്തിയെ ദൈവം ഒരുക്കാൻ വേണ്ടി പോരാ, അനുഗ്രഹത്തിന്റെ യാത്രയ്ക്ക് വേണ്ടി. ആമേൻ ആമേൻ. എന്റെ മോന് വിദേശത്തേക്ക് പോകാനായിട്ട് എല്ലാം റെഡി ആയിട്ട് ഇരുന്നതായിരുന്നു. പക്ഷെ അതെല്ലാം മുടങ്ങിപ്പോയി. ഇപ്പൊ രണ്ടാമതും ഒന്ന് വന്ന് നിപ്പുണ്ട്. ഓ, ദുഷ്ടനെ തട്ടിത്തെറിപ്പിച്ച കേട്ടോ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഞാനിതിനെ ലോക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോ ആ നന്മ പ്രാപിക്കട്ടെ, തലമുറ അനുഗ്രഹം പ്രാപിക്കട്ടെ, രാജ്യങ്ങളുടെ നന്മ അനുഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തമ്പുരാൻ എന്ന ഭവനത്തെ സ്പർശിക്കുക കേട്ടോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ, അങ്ങ് ആ ഭവനത്തെ തൊടുന്നല്ലോ, അങ്ങ് ആ ഭവനത്തിന്റെ അന്തരീക്ഷത്തെ ചേഞ്ച് ചെയ്യുന്നല്ലോ. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഈ ഭവനമാണോ എനിക്കറിയത്തില്ല, ഇതിൻ്റെ അകത്ത് മറ്റ് ചേർന്നിരിക്കുന്ന ആളുമായിട്ട് ബന്ധപ്പെടാൻ അറിയത്തില്ല. ഈ ജോൺസൺ എന്നൊരു പേര് കണ്ടുകൊണ്ടിരിക്കുക. ജോൺസൺ ആ അടുത്തൊരു എന്താ പറയുന്നത്, ഒരു തലത്തിലേക്ക് നിങ്ങളെ മൂവ് ചെയ്യുവാൻ ദൈവം ആ വ്യക്തിയെ ഉപയോഗിക്കാൻ വേണ്ടി പോവാ. ഇന്ന് ഈ സഹോദരി യേശുവിന്റെ നാമത്തിൽ ഈ ജോൺസനെ കർത്താവിന്റെ അടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? ജോൺസനുമായിട്ട് ഇന്ന് നമ്മുടെ ഈ സൂമിൽ കൂടിക്കൊണ്ടിരിക്കുന്ന ഇപ്പൊ ഈ സഹോദരി അല്ല, ഇനി മറ്റൊരു ജോൺസന്റെ ഭവനം ഈ കൂട്ടത്തിൽ തന്നെ വന്നതാണ്. സെയിം അവസ്ഥ തന്നെ, അതേപോലെ തന്നെ കുടുംബത്തിന്റെ ഒരു തലമുറ ബ്ലോക്കായി നിൽക്കുന്ന സെയിം അവസ്ഥ തന്നെ ഒരു ജോൺസന്റെ ഭവനത്തിലും ഇതേപോലെ ഒരു അവസ്ഥ കടന്നു പോവുക. അതേ ഒരു കാര്യം തന്നെ, സെയിം വിഷയം ഇന്ന് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മേഖല ഇപ്പൊ തുറക്കുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ പറഞ്ഞത് സ്വീകരിച്ചോണേ. കർത്താവിന്റെ വലിയ പ്രവൃത്തി അവിടെ സംഭവിക്കും. ഞാൻ ഈ ജൂൺ മാസം സിസ്റ്ററെ കർത്താവ് എന്നെ എടുത്ത് കേൾക്കുന്നുണ്ടോ? ജൂൺ മാസം എന്നെ എടുത്ത് കർത്താവ് എന്നെ കാണിക്കുക. ഒരു വാഗ്ദത്തത്തിന് വേണ്ടി തമ്പുരാൻ ഒരുക്കുക ആ മോന് വേണ്ടി കേട്ടോ. കർത്താവേ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ വലിയൊരു പ്രോമിസിന്റെ ഒരു നിവൃത്തിയിലേക്ക് കർത്താവ് കൊണ്ടുവരും. ഈ ദിവസങ്ങളിൽ ശക്തമായിട്ട് ദൈവസന്നിധിയിൽ ചേർന്ന് വന്നോണം. കർത്താവ് ഒരു സാക്ഷ്യമാക്കി മാറ്റി കേട്ടോ. നന്ദി യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്ന് ഈ കുടുംബത്തിന് വേണ്ടി മാത്രമുള്ള ആലോചനയാണത്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അതോടൊപ്പം തന്നെ ഈ ജോൺസൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിലും സെയിം അവസ്ഥ. ഇത് കർത്താവ് ഇടപെടുകയാണെന്ന് ആ ഭവനത്തിന്റെ മേൽ ദൈവത്തിന്റെ വലിയ പ്രവർത്തികളെ കർത്താവ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ. ഓ ഹാലേലൂയ.
താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. ഓ യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാനൊരു ഭവനത്തിൻ്റെ അകത്ത് ഒരു ഷർട്ട് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന ഒരു കാഴ്ച ഞാൻ ആ ഭവനം കണ്ടുകൊണ്ടിരിക്കുക. ഈ ഈ നമ്മുടെ സ്ട്രൈപ്സ് ഇങ്ങനെ വരവരെയുള്ള ഉള്ള ഒരു ഡാർക്ക് കളറല്ല, ഈ ലൈറ്റ് ആയിട്ടുള്ള ഒരു കളറ് ഷർട്ട്, ഒരു ആണിയയിൽ, ഒരു കലണ്ടറിനോട് കൂടി അടുത്തുള്ള ഒരു ആണിയയിൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന ഒരു ഷർട്ട് ഞാൻ ഇങ്ങനെ കാണുക. ആ ഷർട്ടിൻ്റെ അകത്ത് സാധനങ്ങളൊന്നും എടുത്ത് മാറ്റിയിട്ടില്ല. അതിൻ്റെ അകത്ത് ആ പോക്കറ്റിൽ എന്തൊക്കെയുണ്ടോ, കുറച്ച് ചില്ലറ പൈസയും അതും ഇതും ഒരു കാർഡ് പോലത്തെ എന്തൊക്കെയുണ്ട് ഇട്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ഷർട്ട് ഇങ്ങനെ അവിടെ തൂക്കിയിട്ടിരിക്കുന്ന ഒരു ഭവനം. ഞാനത് ഒരു ഡാർക്ക് കളറല്ല, ലൈറ്റ് കളറാണ് ആ ഷർട്ട് കിടക്കുന്നത്. ഈ സ്ട്രൈപ്പ് വരെയുള്ള ഷർട്ടാണ്. ഞാൻ ആ ഒരു ഉടമസ്ഥനെ, അതിൻ്റെ ഉടമസ്ഥനെ, ആ കുടുംബത്തെ കർത്താവ് തൊടുന്നതായിട്ട് തമ്പുരാൻ ഒരു വാക്ക് പറയുക. ആ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി ആ വ്യക്തിയിലൂടെ ദൈവം ചെയ്യാൻ വേണ്ടി പോവുക. ഇപ്പോൾ തന്നെ ആ കലണ്ടറിനോട് ചേർന്നുള്ള ഒരു ആണിയിലാണ് അത് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, ആ വ്യക്തിയുടെ അടയാളമായിട്ട് കാണിക്കുമ്പോൾ തന്നെ ആ വ്യക്തിയുടെ ഭവനത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിക്ക് വേണ്ടി കർത്താവ് ഒരുക്കാൻ വേണ്ടി പോവാ. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ അടയാളവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി അവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. ഈ ചാക്കോ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കൈ ആ ഭവനത്തിൻ്റെ മേൽ ഇങ്ങനെ വെളിപ്പെട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയും കൂടെ ഞാൻ കാണുവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ദുഷ്ടന്റെ ആശ നശിക്കും, അവൻ പല്ല് കടിച്ച് ഉരുകിപ്പോകുന്ന വചനം പറയുന്നത്. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആരാണോ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത്, സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ, ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പ നന്മ കർത്താവ് തുറക്കാൻ വേണ്ടി പോവാ. ദൈവ പ്രവർത്തിക്ക് വേണ്ടി കർത്താവ് വേർതിരിക്കാൻ വേണ്ടി പോവാ. ദൈവാത്മാവിൻ്റെ വലിയ മഹത്വം ഇന്നവിടെ വെളിപ്പെടുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോ കേട്ടോ. കർത്താവ് കുടുംബത്തിൻ്റെ അകത്ത് പ്രവൃത്തി ചെയ്യും. ദൈവാത്മാവ് ആ ഭവനത്തിൻ്റെ മേൽ ദൈവം ഒരുക്കും. നന്ദി യേശുവേ, നന്ദി കർത്താവേ. കൃപ പെരുകുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ, ഞങ്ങളത് റിലീസ് ചെയ്യുന്നപ്പാ. നന്മയാക്കി മാറ്റുന്ന ദൈവത്തിന്റെ കൃപയ്ക്ക് നന്ദി പറയുന്നപ്പാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ. ഞാൻ അതോടൊപ്പം തന്നെ മറ്റൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഈ പുതിയൊരു വീട് പണിത് വെച്ചിരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഈ പഴയ ടൈപ്പ് ഓടിട്ട ഒരു വീട് ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുന്നു. അതായത് നമ്മുടെ വീടുമായിട്ട് ചേർന്ന് തന്നെ വലതുവശത്ത് തന്നെയാണ്. അതായത് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയാൽ വലത് കൈ നിൽക്കുന്ന വലതുവശത്താണ് ഈ പഴയ വീട് അവിടെ തന്നെ ഉള്ളത്. ഞാൻ ആ കുടുംബത്തിന് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ കുടുംബത്തിൻ്റെ അകത്ത് ഞാൻ കാണുന്നൊരു കാഴ്ച, 2 മരണങ്ങൾ ഒരേപോലെ നടന്ന ഒരു ഭവനം. 2 മരണങ്ങൾ ഒരേപോലെ നടന്ന ഒരു ഭവനമാണ്. ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു വാക്കിങ്ങനെ പറയുകയാണ്, ശൂന്യമായി കൊണ്ടുപോകുന്ന അവസ്ഥകൾ, ശൂന്യമാക്കുന്ന ഈ ഒരു ഭവനം. മൈക്ക് എല്ലാവരും മ്യൂട്ട് ചെയ്തേ. അനാവശ്യമായിട്ട് സംസാരിക്കുന്നവരൊക്കെ മൈക്ക് മ്യൂട്ട് ചെയ്തേ. ഇന്ന് ആ ഭവനത്തിന്റെ മേൽ കർത്താവോട് പറയുന്നു, ആ ശൂന്യമാക്കുന്നൊരവസ്ഥ. എത്ര ലഭിച്ചാൽ അത് പൂർത്തിയാക്കിയിട്ടും ആ ഭവനം കംപ്ലീറ്റ് ആക്കിയിട്ടും അതിൻ്റെ അകത്ത് നന്മകളെ അനുഭവിക്കുവാൻ കഴിയാതെ ശൂന്യമായി പോകുന്ന അവസ്ഥകൾ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറുന്നു. നന്ദി യേശുവേ, നന്ദി കർത്താവേ. കൃപ പെരുകുന്നല്ലോ കർത്താവ്. ഇന്ന് ആ ഭവനത്തിൻ്റെ മേൽ വലിയ പ്രവൃത്തികളെ ദൈവം ചെയ്യുന്നല്ലോ. ദൈവാത്മാവിൻ്റെ വീര്യപ്രവൃത്തികൾ ആ ഭവനത്തിൻ്റെ മേൽ സംഭവിക്കുന്നല്ലോ. നന്മയാൽ സ്വർഗമേ അങ്ങ് നിറയ്ക്കുന്നല്ലോ. അവർ അവസ്ഥകൾ ചേഞ്ച് ആകുന്നല്ലോ. എല്ലാ പരിഹാസങ്ങളെയും ദൈവം എടുത്ത് മാറ്റുന്നല്ലോ. ആ ഭവനം യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോണേ. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിക്ക് വേണ്ടി കർത്താവ് നിങ്ങളെ ഒരുക്കുവാണ്. എല്ലാ ശൂന്യതകളെയും ദൈവം എടുത്തു മാറ്റുവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആമേൻ പറഞ്ഞ് സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ ആ വ്യക്തി സ്വീകരിച്ചോണേ. ഇന്ന് ദൈവത്താൽ തന്നെ, ആരെയും ആശ്രയിക്കാതെ തന്നെ
ദൈവത്താൽ തന്നെ കർത്താവ് അത് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവെ, അങ്ങ് പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ കൃപയ്ക്ക് നന്ദി പറയുന്നപ്പാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേ. പറയാനുള്ളവരല്ലാതെ ബാക്കി എല്ലാവരും ഇവിടെ മൈക്ക് മ്യൂട്ട് ചെയ്യണം. അനാവശ്യമായിട്ട് ആരും പ്രത്യേകിച്ച് ആലോചന ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ മ്യൂട്ട് മാറ്റില്ലേ. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്യണേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അതോടൊപ്പം തന്നെ ഉള്ളത് കർത്താവ് പറയുന്ന ഈ കൗസല്യ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഈ ഒരു സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആധിപത്യം, കൗസല്യവുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആധിപത്യത്തെ ഇന്ന് അവിടെ നിന്ന് വിട്ടുമാറുക. അതിൻ്റെ അകത്തുണ്ടാകുന്ന പറയാൻ വേണ്ടിയാണ് മ്യൂട്ട് മാറ്റുന്നത്. ഈ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട ആധിപത്യത്തെ കർത്താവ് ഇന്ന് എടുത്തു മാറ്റുക എന്ന് പറയുന്നത്. ഇന്ന് ആ ഭവനത്തിന്റെ മേൽ, പ്രത്യേകിച്ച് ഈ കൗസല്യ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലമാണ്. ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവിധമാകുന്ന പ്രശ്നങ്ങൾ, അത് നിമിത്തം ഉണ്ടായിട്ടുള്ള സകല ബുദ്ധിമുട്ടുകൾ, അത് നിമിത്തം ഉണ്ടായിട്ടുള്ള സകല വെല്ലുവിളികൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. കർത്താവിന്റെ ദിവ്യ സമാധാനം ഇന്ന് അവിടെ ഉണ്ടാകട്ടെ. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവെ, ഞങ്ങളുടെ നാമത്തിൽ ഞങ്ങൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവെ, ഞങ്ങളത് ദൈവത്തിന്റെ പ്രവൃത്തിക്കായിട്ട് വേർതിരിക്കുന്നു. നന്മയാക്കി സ്വർഗം മാറ്റുന്നല്ലോ, നന്മയാക്കി സ്വർഗം മാറ്റുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പാ. സാക്ഷ്യമായി തീരും. ദൈവത്തിന്റെ സാക്ഷ്യമായിട്ട് ആ ഭവനം മാറും. അതോടൊപ്പം തന്നെ കർത്താവോട് പറയുന്നു, ഒരു ഷിജോ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് സ്പർശിക്കുക. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഭവനത്തെ കർത്താവ് തൊടുക. ഈ ഷിജോയ്ക്ക് ഒരു സഹോദരിയും കൂടെ ഉണ്ട്. ആ രണ്ടുപേരെയും ബന്ധപ്പെടുത്തിയാണ് ഇത് പറയുന്നത്. ആ കുടുംബത്തിന്റെ മേൽ കർത്താവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ദൈവം ചെയ്യാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവേ, ഞങ്ങൾ നന്ദി പറയുന്നപ്പാ. കർത്താവെ, അങ്ങയുടെ വലിയ പ്രവൃത്തി അവിടെ ഉണ്ടാകുന്നുണ്ട്. ബ്രദർ, പറഞ്ഞു. കൗസല്യ അമ്മയാണ്. പക്ഷെ അമ്മ മരിച്ചുപോയി. ഒരേ രോഗത്താ രണ്ട് സഹോദരന്മാര്, അമ്മയുടെ രണ്ട് മക്കള് മരിച്ചു. പ്രഷർ തലയിൽ കയറി ചെറുപ്പത്തിലെ രണ്ടുപേരും മരിച്ചായിരുന്നു. ഈ സ്ഥലത്താണ് ഇപ്പൊ സിസ്റ്റർ താമസിക്കുന്നത്? ആ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. ഇന്ന് യേശുവിന്റെ നാമത്തിൽ കൗസല്യയുടെ ഭവനം അല്ലേ? അമ്മ മരിച്ചുപോയി. അതെ അതെ, അമ്മ മരിച്ചുപോയി. അമ്മ ഹസ്ബൻഡിന്റെ അമ്മയാ. ഹസ്ബൻഡിന്റെ അനിയനും ചേട്ടനും ഒരേ രോഗത്താൽ മരിച്ചു. ഒരേ രോഗത്താൽ മരിച്ച വിഷയം അല്ലേ? ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഹസ്ബൻഡ് വലിയ മദ്യപാനി. എന്റെ ഹസ്ബൻഡ് ഈ മരണത്തിന് ശേഷമൊക്കെ പുള്ളി തകർന്നിരിക്കുക. ഈ അമ്മയും ഈ രണ്ടു മക്കളും ഒക്കെ അടുക്കെ മരിച്ചത്. ഈ പറഞ്ഞ പോലെ തന്നെ ഒരേ രോഗത്ത് ഒരേ മരണം സംഭവിച്ചത് രണ്ട് സഹോദരങ്ങളാ. രണ്ട് സഹോദരങ്ങളാ, ഹസ്ബൻഡ് ചേട്ടനും അനിയനും. ഓ യേശുവേ, ഈ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നോ? യേശു ഇന്ന് ആ ശാപത്തെ വെട്ടി മാറ്റുക കേട്ടോ. കൗസല്യയുടെ ഭവനം എടുത്തു കാണിച്ചത് ആ സ്ഥലത്തിന്റെ മേൽ കൗസല്യയുടെ കാലം മുതൽ കയറിക്കൂടിയ പിശാചിന്റെ പ്രവൃത്തി ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ, നമ്മൾ ദൈവമക്കളാ. ദൈവമക്കൾക്ക് ജീവിതത്തിന്റെ അകത്ത് ഒരു ശാപത്തിനും അവകാശമില്ല. ഒരു പൈശാചിക നുഖത്തിന്റെ അവകാശം നമുക്കില്ല. ഇപ്പോൾ പിശാചിന്റെ സകല പ്രവൃത്തികളെയും ആത്മാവിൽ വെട്ടിമാറ്റുന്നപ്പ കൃപ വ്യാപരിക്കുന്നല്ലോ. ഓ യേശുവേ, ഇന്ന് ആ മണ്ണ് അവർക്ക് നന്മയാകട്ടെ. ആ ഭവനത്തിന്റെ മേലുള്ള വെല്ലുവിളികൾ നീങ്ങിപ്പോകട്ടെ. കർത്താവെ, ഇന്ന് അവിടെ സംഭവിച്ചിരിക്കുന്ന ആ ദുർമരണങ്ങൾ യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ വെട്ടിമാറ്റുന്നപ്പ അതിനെ അടുത്ത ഉന്നം വെച്ച് നിൽക്കുന്ന ആ വ്യക്തിയെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ആ മദ്യപാനത്തിന് ദുരാത്മാവ് വിട്ടുമാറട്ടെ. കുടുംബത്തിന്റെ മേൽ മാനസാന്തരപ്പെട്ട് യേശുവിന്റെ കൃപ അവിടെ വ്യാപരിക്കുന്ന നന്ദി പറയുന്നപ്പ. അനുഗ്രഹിക്കുന്ന ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു സിസ്റ്ററെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവേ, കൃപ പെരുകുന്നല്ലോ,
കൃപ പെരുകുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവേ, ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതോടൊപ്പം തന്നെ ഈ ചന്ദന കളറിലെ ഒരു പെയിന്റ് അടിച്ച വീട്, ചന്ദന കളറിലെ പെയിന്റ് അടിച്ച, അതായത് ലൈറ്റ് മഞ്ഞയെന്ന് വേണേൽ പറയാം, പക്ഷെ ചന്ദനത്തിന്റെ ഒരു ലൈറ്റ് കളർ വരുന്ന ആ ഒരു ഭവനത്തിന്റെ ഒരു വശമാണ് ഞാൻ കാണുന്നത്. ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഉള്ളത്തിൽ അത് കയറി വരുമ്പോൾ തന്നെ വലിയൊരു ഫോട്ടോ, വലിപ്പത്തിൽ തന്നെ ഒരു പിതാവിൻ്റെ ഫോട്ടോ ആ ഭവനത്തിൻ്റെ മുൻവശത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ഞാൻ ആ ഭവനത്തിൻ്റെ അകത്ത് ഞാൻ ഈ ഗ്ലോബ്, നമ്മുടെ ഗ്ലോബ് ഉണ്ടല്ലോ, ഗ്ലോബിൻ്റെ ഈ എന്താ പറയുക, അത് വേൾഡ് മാപ്പിൻ്റെ ഗ്ലോബ് ഇങ്ങനെ ഇരിക്കുന്ന ഒരു കാഴ്ചയെ ഞാൻ ആ ഭവനത്തിൽ കാണുവാണ്. ഞാൻ ആ ഭവനത്തിൽ ഒരു അടയാളമായിട്ട് ഈ ഭവനം കാണുന്ന സമയത്ത് ആ കുടുംബത്തിൻ്റെ അകത്ത് തലമുറകളുടെ ഭാവിയെ ഇന്ന് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മേഖല ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ തുറക്കുക. ഓ ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ചില സമയങ്ങളിൽ ചില സ്മെല്ലുകൾ ചില ഭാഗത്തു നിന്നും ഇങ്ങനെ വരുന്ന ഒരു അനുഭവം ഇന്നിപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ, അതായത് ഈ നമുക്കിങ്ങനെ എന്താ പറയുന്നത്, ഞാനത് ഒരു മതത്തെ ബേസ് ചെയ്ത് പറയുമല്ല, പക്ഷെ അങ്ങനത്തെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു സ്മെല്ല്, അവിടെ ഉപയോഗിക്കുന്ന ചില കാര്യങ്ങളുടെ ഉപയോഗിക്കുന്ന ചില എന്താ പറയുന്നത്, അവരുടെ ചില ക്രയവിക്രയങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ചില കാര്യങ്ങൾ കത്തിക്കുമ്പോഴുണ്ടാകുന്ന ചില സ്മെല്ലുകൾ അവിടെ വരുന്ന, മിക്കപ്പോഴും അതിങ്ങനെ സ്മെല്ല് ചെയ്യാൻ പറ്റും. പക്ഷെ അടുത്ത് നോക്കിയാൽ ഒന്നുമില്ല, ചുറ്റുവട്ടത്ത് നോക്കിയാൽ ഒന്നുമില്ല, പക്ഷെ ഈ സ്മെല്ല് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ആ ഭവനത്തിൽ കാണാൻ പറ്റും. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആ ഭവനത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തി ഇപ്പം സംഭവിക്കാൻ വേണ്ടി പോവാണ്. ഈ അടയാളം ഏത് ഭവനമാണോ, ഏത് വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടതാണോ, ഇന്ന് സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, ഇപ്പോൾ തന്നെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സ്വീകരിച്ചു. പലപ്പോഴും ഒരു ഭയം നിങ്ങളെ വേട്ടയാടുന്നു. എന്തോ സംതിങ് എൻ്റെ ഭവനത്തിൻ്റെ അകത്ത് ചില സമയങ്ങളിൽ അത് ഫീൽ ചെയ്യും. പക്ഷെ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആത്മാവിൽ വെട്ടിവിടുന്നപ്പ ആ കുടുംബത്തിൻ്റെ ഭാവി വഴിത്തിരിവുണ്ടാകട്ടെ. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് ആ വ്യക്തി സ്വീകരിച്ചോണേ. കർത്താവിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ മേൽ സംഭവിക്കുന്നു. ആ ഭവനം സ്വാതന്ത്ര്യം പ്രാപിക്കുന്നു. യേശുവേ, കൃപ വ്യാപരിക്കുന്നല്ലോ. അത്ഭുതകരമായ പ്രവൃത്തികൾക്കായി നന്ദി പറയുന്നു. ഓ താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. പറയാനുള്ളവരല്ലാതെ ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്യണം. സൂമിലാണ് നിങ്ങളിത് കേൾക്കുന്നതെങ്കിൽ മ്യൂട്ട് മാറ്റി പറയാം. യൂട്യൂബിലോ മറ്റു പ്ലാറ്റ്ഫോമിലാണ് കേൾക്കുന്നതെങ്കിൽ അവരെല്ലാവരും ഏറ്റെടുത്തോണം. അല്ലാത്തവരൊക്കെ ഇതൊന്ന് യേശുവിന്റെ നാമത്തിൽ മ്യൂട്ട് ചെയ്ത് അനാവശ്യമായിട്ടിരിക്കുന്നവരെല്ലാം ഞാൻ ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്. താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ, അങ്ങനെ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ എല്ലാവരും ഇപ്പം മ്യൂട്ട് ചെയ്തിരിക്കുവാണേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അനാവശ്യമായിട്ട് ഈ സമയത്ത് സംസാരിക്കല്ലേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓ യേശുവേ. അതോടൊപ്പം തന്നെ ഈ കത്രീന എന്ന് പറയുന്ന ഒരു മാതാവിൻ്റെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു വസ്തുവിൻ്റെ മേൽ ഒരു രണ്ട് മുറിയാൽ ഇങ്ങനെ ഇത് ചേർത്ത് വലിച്ചു വെക്കുന്ന ഒരു ദർശനം ഞാൻ കാണുക. രണ്ട് മുറിയായിട്ടൊന്ന് മുറിച്ചിട്ട് അതിനെ വലിച്ച് പിളർക്കുന്നത് പോലെ, അതായത് ഉപയോഗമില്ലാത്ത രീതിയിൽ ഉപയോഗശൂന്യമാക്കി തീർക്കാൻ നോക്കുന്ന ഒരു മേഖല. ഇന്ന് കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അത് ക്യാൻസൽ ചെയ്യുന്നപ്പ ആ ഭവനത്തിൻ്റെ അകത്ത് നന്മ അനുഭവിക്കുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കുന്നല്ലോ. ഇപ്പോൾ ഞങ്ങളത് പ്രാർത്ഥിക്കുന്നപ്പ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വീര്യപ്രവൃത്തികൾ അവിടെ സംഭവിക്കുന്നല്ലോ. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ പിതാവേ, ഞങ്ങളുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവേ, അങ്ങയുടെ വലിയ മഹത്വം ഭവനത്തിൻ്റെ മേൽ വെളിപ്പെടുന്നല്ലോ. ആ ഭവനം വിടുവിക്കപ്പെടുന്നല്ലോ. സമാധാനം ആ കുടുംബത്തിൽ വാഴുന്നല്ലോ. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവേ, അങ്ങ് ആ ഭവനത്തിൻ്റെ മേൽ വീര്യപ്രവർത്തിക്കായി എന്ന് പറയുന്നു.
ഭവനം സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. ഖത്തറയെന്ന് പറയുന്ന മാതാവിന്റെ ഭവനത്തിന്റെ മേൽ, പ്രത്യേകിച്ച് തലമുറകളുടെ മേൽ, ആ കുടുംബത്തിന്റെ മേൽ, ആ വസ്തു വകകളുടെ മേൽ സ്വർഗം അങ്ങ് പൊതിയുന്നല്ലോ. ദൂതന്മാരെ അങ്ങ് അയക്കുന്നല്ലോ. സ്ഥലത്തെ വെട്ടി നീക്കി ദിവ്യ സമാധാനത്തെ അങ്ങ് അയക്കുന്നല്ലോ. യേശുവിന്റെ നാമത്തിൽ ആലോചന സ്വീകരിച്ചോണേ. കർത്താവിന്റെ വലിയ പ്രവൃത്തിക്കായിട്ട് തമ്പുരാൻ ഒരുക്കുക. നന്ദി യേശുവേ. ഈ സമയത്ത് ശരീരത്തിന്റെ അകത്ത് രോഗത്താൽ ഭാരപ്പെടുന്നവരെ ഒന്ന് കൈയെടുത്തു വെച്ച് ഇൻ ദ നെയിം ഓഫ് ജീസസ്. പ്രത്യേകിച്ച് കൊല്ലത്ത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സഹോദരങ്ങൾ അന്വേഷിച്ച 2 ഹോളും 2 പേരാണോ പറഞ്ഞിരിക്കുന്നത്, അത് 2 പേരും പറഞ്ഞിരിക്കുന്നത് ഒരേ ഹോളാണോ എന്നൊരു കൺഫ്യൂഷൻ ഇപ്പോൾ കൊല്ലത്തുണ്ട്. അതൊന്ന് ക്ലിയർ ചെയ്യണമേ. നമുക്കത് പറ്റുന്നൊരു ഹോള് കൊല്ലത്ത് തന്നെ വേഗത്തിൽ അതിനുവേണ്ടിയുള്ള ക്രമീകരണം ചെയ്യുക. എനിക്ക് 2 ഓൾറെഡി ഗിയസ്റ്റർ പറഞ്ഞു, സൗകര്യം പറഞ്ഞിട്ടുണ്ട്. നന്ദി യേശുവേ. ഈ സമയത്ത് വേദനയാൽ ഭാരപ്പെടുന്നവര്, രോഗത്താൽ ഭാരപ്പെടുന്നവര് ശരീരത്തിലോട്ട് കൈയെടുത്ത് വെച്ച്, വേദനകളാൽ ഭാരപ്പെടുന്നവരുണ്ടോ? ശരീരത്തിൽ ഏതെങ്കിലും ഒരു വേദനയാലോ ഒരിക്കലും കാഴ്ച പ്രാപിക്കണം, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി സംഭവിക്കണമെന്ന് പറയുന്ന വ്യക്തികൾ കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ കമന്റ് ചെയ്തേക്കുന്ന വ്യക്തി, ആലോചനയുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിക്ക് മ്യൂട്ട് മാറ്റാൻ പറ്റുന്ന വ്യക്തിയാണെങ്കിൽ സ്വീകരിച്ചോണേ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വീടിന്റെ അകത്ത് സ്വാതന്ത്ര്യമില്ലാത്ത വ്യക്തിയാണെങ്കിൽ എനിക്ക് കാലിന്റെ മുട്ടിന് ഭയങ്കര വേദനയാ, നീരു. കൈയടിച്ചു വെച്ചു. വേദനയാൽ ഉള്ളവരെല്ലാം കൈവച്ച്, വേദനയാൽ ഭാരപ്പെടുന്നവരെല്ലാം എല്ലാവരും കൈയെടുത്ത് വെച്ച് ഇൻ ദ നെയിം ഓഫ് ജീസസ്. എൻ്റെ യേശുവേ, കൃപ പെരുകുന്നല്ലോ. കർത്താവെ, ഞങ്ങളുടെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കൈയെടുത്ത് വെച്ച് യേശു എൻ്റെ രോഗത്തെ വഹിച്ചു. കർത്താവ് എൻ്റെ വേദനകളെ ചുമന്നു. കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ ഇന്ന് സൗഖ്യം വന്നിരിക്കുന്നു. കൈയെടുത്ത് വെച്ച് ഓ യേശുവേ, പരിശുദ്ധാത്മാവേ, കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പരിശുദ്ധാത്മാവേ, അങ്ങ് തൊടുന്നല്ലോ. ഞങ്ങളുടെ അത്ഭുത സൗഖ്യത്തിനായി വേർതിരിക്കുന്നപ്പോൾ അവരുടെ ശരീരങ്ങൾ കർത്താവിൻ്റെ സൗഖ്യത്തിനായി ഒരുങ്ങുന്നല്ലോ. കൈവച്ച് യേശുവിൻ്റെ നാമത്തിൽ വേദനയുള്ള ഭാഗത്ത്, ആ രോഗമുള്ള ഭാഗത്ത്, ശരീരത്തിൻ്റെ മേൽ ഏത് രോഗമാണെങ്കിലും എൻ്റെ കൂടെ പറ, യേശു എൻ്റെ രോഗത്തെ വഹിച്ചു. കർത്താവിൻ്റെ വേദനകളെ ചുമന്നു. കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നപ്പ ഹല്ലേലൂയ. ഓ ആ കാലുകളുടെ മേൽ ബലം വ്യാപരിക്കട്ടെ. ആ നടുവിൻ്റെ മേൽ, അസ്ഥികളുടെ മേൽ, ഞരമ്പിൻ്റെ മേൽ, ആന്തരിക അവയവങ്ങളുടെ മേൽ ജീവൻ വ്യാപരിക്കട്ടെ. ആ നീര് വറ്റട്ടെ. വേദനകൾ എല്ലാം ക്രൂശിൽ അനുഭവിച്ചതാ. കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. എല്ലാ ക്ഷീണങ്ങളും, എല്ലാ രോഗങ്ങളും, എല്ലാ ബുദ്ധിമുട്ടുകളും, എല്ലാ കടഭാരങ്ങളും, എല്ലാ ഞെരുക്കങ്ങളും, എല്ലാ തോൽവികളും, എല്ലാ പരാജയങ്ങളും, എല്ലാ പ്രതിസന്ധികളെയും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആത്മാവിൽ അതിനെ വെട്ടിമാറ്റുന്നപ്പ ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നപ്പ അങ്ങ് സൗഖ്യമാക്കുന്നല്ലോ, അങ്ങ് സൗഖ്യമാക്കുന്നല്ലോ, അങ്ങ് അത്ഭുതം ചെയ്യുന്നല്ലോ, അത്ഭുതം ചെയ്യുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ നാമത്തിൽ ആ വേദനയുള്ള ഭാഗത്ത് കൈയെടുത്ത് വെച്ച് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഫ്രീ ആകട്ടെ. സൗഖ്യമാക്കി ഉറപ്പിക്കാൻ നന്ദി അപ്പ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഒന്ന് ചെക്ക് ചെയ്ത്, വേദന ഉണ്ടെന്ന് പറഞ്ഞവരെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത്, ശരീരത്തിന്റെ മേൽ ആ വേദനയായിരുന്നു എന്ന് പറയുന്നവർ ചെക്ക് ചെയ്തിട്ട് എന്താണോ പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾക്കുണ്ടായ വ്യത്യാസം ഒന്ന് പറഞ്ഞാട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ സൗഖ്യത്തെ സ്വീകരിച്ചവര്, എൻ്റെ ശരീരത്തിന്റെ മേലൊരു പ്രവൃത്തി സംഭവിച്ചെന്ന് ഉറപ്പുള്ളവർ മാത്രം മ്യൂട്ട് മാറ്റി പറയുക. ഈ സമയത്ത് ആലോചന ഇടപെട്ടവർക്കും പറയാനുള്ള സമയമാണ്. ഈ സമയത്ത് സാക്ഷ്യമുള്ളവർക്കും പറയാൻ പറ്റുന്ന സമയമാണ്. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ മ്യൂട്ട് മാറ്റി നിങ്ങൾക്ക് സാക്ഷ്യങ്ങളെ പറയാം. അതിനു മുമ്പായിട്ട് ഞാൻ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ഒന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മാർച്ച് മാസം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വലിയ നേരിട്ടുള്ള നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വലിയ കാലതാമസമില്ല. ഇപ്പം ജനുവരി ആയി, ഫെബ്രുവരി, പിന്നെന്തോ ഉള്ളടുത്തത് ഫെബ്രുവരി കഴിഞ്ഞാ ഇപ്പം എന്നാ ഉള്ളത് മാർച്ച്. അപ്പൊ മാർച്ചിൽ നമ്മൾ പ്രാർത്ഥനയ്ക്ക് വരും. മാർച്ച് അവസാനത്തോടു കൂടെ നമ്മുടെ പ്രാർത്ഥനകൾ കേരളത്തിൽ നടക്കുന്നു. മാർച്ച് അവസാനം, ഏപ്രിൽ പകുതിയോടെ. അപ്പം ഇനിയിപ്പം ഫെബ്രുവരിയും കൂടെ നമ്മുടെ മുമ്പിൽ പറയാനുള്ളൂ. അപ്പൊ തയ്യാറാകുക. പ്രത്യേകിച്ച് ഓരോ പട്ടണത്തിലും കർത്താവിന്റെ നാമത്തിൽ
പ്രാർത്ഥനകൾക്കായിട്ട് ഒരുക്കുന്നു. അതിനു മുമ്പായിട്ട് ഞാൻ കർത്താവിന്റെ വേലയിൽ വിതച്ചവരെ വിത നമുക്ക് ആവശ്യമാണ്. പ്രത്യേകിച്ച് സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് ദൈവം തന്ന സുവിശേഷം നിങ്ങൾ വിതച്ചില്ലെങ്കിലും പ്രവർത്തനം നടക്കും. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ തന്നതുകൊണ്ട് നടക്കുന്നതല്ല, പകരം ദൈവത്തിന്റെ വേലയിൽ നമുക്ക് കൊടുക്കുവാൻ ലഭിക്കുന്ന അവസരമാണ് സുവിശേഷ വിലയിൽ കൊടുക്കുന്നത്. എനിക്കതിലൊരു പങ്കാളിയാകുവാൻ ലഭിക്കുന്ന അവസരമാണ്. ഇന്ന് കർത്താവിന്റെ വേലയിൽ വിതച്ചവരെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. ഇനി വിതയ്ക്കാനുള്ളവർക്ക് മുൻകൂട്ടിയുടെ കാണാൻ പറ്റും സ്ക്രീനിൽ. വിതയ്ക്കുക, ഓഹരികൾ മാറ്റിവെക്കുക, നന്മകൾ മാറ്റിവെക്കുക, സുവിശേഷത്തിന് വേണ്ടി ഒരുങ്ങുക. പട്ടണങ്ങളിൽ ഏറ്റവും നല്ല ഹോള് നമുക്ക് വേണം, ഏറ്റവും ബെസ്റ്റ് അന്തരീക്ഷം നമുക്ക് വേണം, ഏറ്റവും നല്ല ദൈവമൊക്കെ നല്ലത് വേണം. നമ്മൾ ഒരിക്കലും നമുക്ക് പൊട്ടിയതോ വക്ക് മുട്ടിയതോ ഒന്നും നമുക്ക് പറ്റത്തില്ല. ഏറ്റവും ബെസ്റ്റ് ദൈവം തരുന്നത്, ദൈവം നമുക്ക് തരാൻ വേണ്ടിയാണ് ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. സകല ഓഡിറ്റോറിയങ്ങളും സകലതുമെല്ലാം നമുക്ക് ദൈവമക്കൾക്ക് വേണ്ടിയുള്ളതാണ്, ദൈവരാജ്യത്തിന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് കർത്താവിന്റെ നാമത്തിൽ വിതച്ചവരെ ബ്ലസ് ചെയ്യുന്നു. മുന്നോട്ട് കർത്താവിന്റെ കരങ്ങളെ അനുഗ്രഹിക്കുന്നവർക്ക് വാരി വിതറി കൊടുക്കുവാൻ നന്മയുണ്ടാകട്ടെ, നിറയട്ടെ. അവർ അവസ്ഥകൾക്ക് വ്യത്യാസം വരട്ടെ. കർത്താവ് നന്മ കൊണ്ട് നിറയ്ക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ കൃപ വ്യാപരിക്കട്ടെ. അവരുടെ ജോലിയിൽ, ബിസിനസ്സിൽ നന്മകളാൽ നിറയ്ക്കുന്ന കൃപയ്ക്ക് നന്ദി, സമൃദ്ധി ഉണ്ടായ കൃപയ്ക്ക് നന്ദി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. വലിയ കൃപകളാൽ ദൈവം നിറയ്ക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് സാക്ഷ്യമുള്ളവർ നിങ്ങൾക്ക് പറയാനുള്ള അവസരമാണ്. മ്യൂട്ട് മാറ്റി സാക്ഷ്യമുള്ളവർ പറഞ്ഞാട്ടെ. പ്രാർത്ഥനാ വിഷയമല്ല, ഇപ്പൊ പുതിയൊരു ആൾക്കാർ എല്ലാം പറഞ്ഞു വന്നിട്ട് അവസാനം പ്രാർത്ഥനാ വിഷയം വരും. ഞാൻ പറഞ്ഞു പ്രാർത്ഥനാ വിഷയം നിങ്ങൾക്ക് പ്രെയർ ലൈൻ നമ്പറുകളുണ്ട്, അതിപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും. അതിലേക്ക് നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ അയക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾ സാക്ഷ്യത്തിന്റെ സമയമാണ്. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ സാക്ഷ്യമുള്ളവർ പറഞ്ഞാട്ടെ. പറഞ്ഞു സിസ്റ്ററെ. ഇച്ചിരി മുമ്പ് ഞാൻ യൂട്യൂബിലൊക്കെ ഇട്ടുകൊണ്ടിരുന്നേ. അപ്പൊ ഒരു ആലോചന പറഞ്ഞായിരുന്നല്ലോ, ക്രീം കളർ ചന്ദന കളർ പെയിന്റ് അടിച്ച വീട്, വലിയൊരു ഫോട്ടോ വെച്ച എന്റെ ഭർത്താവിന്റെ ഫോട്ടോ ആണ്, മരിച്ചുപോയി. അതുപോലെ മണം വന്ന കാര്യം പറഞ്ഞല്ലോ, ഭയങ്കരമായ സ്മെല്ല്. അത് എപ്പോഴും ഞങ്ങളുടെ വീടിന് ചുറ്റിനും ഇങ്ങനെ കന്നാത്തോട്ടമാണ്. അപ്പൊ ഞാൻ അവിടുന്നാണെന്ന് അങ്ങനെ ഓർത്തോണ്ടിരിക്കുന്നത്. എന്താ മണം? കേട്ടെ സിസ്റ്ററെ, മറ്റു മതങ്ങളുടെ പേരുകൾ പറയരുത്, ശ്രദ്ധിച്ചോണേ. അത് സിസ്റ്റർ യൂട്യൂബിൽ വെച്ചാണ് ഇത് കേട്ടോണ്ടിരുന്നത് അല്ലേ? ഈ പറഞ്ഞ ആലോചന. ഇന്ന് കർത്താവ് എന്ന ഭവനത്തിന്റെ മേൽ ഭാവിയെ അടച്ചത് തമ്പുരാൻ തുറക്കോട്ടെ. ഈ മണം ഇനി അവിടെ വരത്തില്ല. അത് എവിടുന്ന് വരുന്നത് നിങ്ങൾക്ക് അറിയത്തൂല്ല അല്ലേ? ഇങ്ങനെ സ്മെല്ല് വന്നുകൊണ്ടിരിക്കുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദുഷ്ടപിശാച് അവന്റെ പ്ലാനുകളെ ഇപ്പോൾ ആത്മാവിൽ വെട്ടിവിടുന്നു. അത് എവിടുന്ന് വന്നോ ഇപ്പോൾ തന്നെ കൽപ്പിക്കുന്നു, മടങ്ങിപ്പോട്ടെ യേശുവിന്റെ നാമത്തിൽ. ആ ഭവനത്തിന്റെ മേൽ ഒരു ദുരാത്മാവിന് അവകാശമില്ല, ഒരു പൈശാചിക പ്രവൃത്തിക്കും അവകാശമില്ല. ഇന്ന് കർത്താവേ, ആ ഭവനത്തിനെ ശൂന്യമാക്കാൻ വേണ്ടി കയറിക്കൂടിയത്, അത് കൈക്കലാക്കാൻ വേണ്ടി കയറിക്കൂടിയത്, ഇപ്പോൾ ആത്മാവിൽ അതിനെ വെട്ടിമാറ്റുന്നപ്പ സമാധാനം ഉണ്ടാകട്ടെ. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോണേ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഇന്ന് മുതൽ ആ സ്വീറ്റ് സമാധാനം വന്നിരിക്കുന്നു. പറഞ്ഞു. ഹലോ, കേക്കാവോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞു. വേറെ എന്റെ പേര് വീട്ടിൽ പള്ളിപ്പേര് ജോൺസൺ എന്നാണ് കിടക്കുന്നത്. ജോൺസൺ എന്നാണ്. ചെറുക്കൻ ജനിച്ചത് ജൂൺ മാസം 19. ഇന്ന് സ്വീകരിച്ചോട്ടെ. കർത്താവ് എന്ന ഭവനത്തെ സ്പർശിക്കുക. ഇന്ന് കർത്താവിന്റെ വലിയ പ്രവൃത്തി ആ കുടുംബത്തിന് മേൽ സംഭവിക്കുകയാണ്. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോ. വലിയൊരു ഒഴുക്കുണ്ടാകാൻ വേണ്ടി പോകും. ആത്മാവിന്റെ ഒരു ഒഴുക്കുണ്ടാകാൻ വേണ്ടി പോകുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു ബ്രദറെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. നന്ദി യേശുവേ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ഹലോ ബ്രദർ. പറഞ്ഞു. അതെ, എന്റെ മോന് വേണ്ടിട്ടാണ്. അവന് കൊറേ നാളായി, 8 കൊല്ലത്തോളായി ഫിക്സ് ഉണ്ടാവാറുണ്ട് ഇടയ്ക്ക്. മരുന്ന് കഴിച്ചാലും ഇടയ്ക്ക് വരും. ഇപ്പൊ തൃശ്ശൂരുള്ള എല്ലാ ഹോസ്പിറ്റലിലും പോയി, അമൃത ഹോസ്പിറ്റലിൽ പോയിട്ടും അവന് ഒരു കുറവുണ്ടായിരുന്നില്ല. ഇപ്പൊ തിരുവനന്തപുരം പോയി, ശ്രീ ചിത്രയില് പോയി, ഡോക്ടറെ കണ്ടു. ഇപ്പൊ 1 മാസമായിട്ട് മരുന്ന് കഴിക്കുമ്പോ അവന് കുറവ് ഇപ്പൊ വന്നിട്ടില്ല. 1 മാസമായിട്ട് എന്ന് സാക്ഷിയായിട്ട് ഞാൻ പറയുന്നു. ഇനി അവന് മരുന്ന് കഴിക്കാണ്ട് വരാണ്ടിരിക്കാനുള്ള
അവന്റെ ശരീരത്തിന് മേൽ കൈവച്ച് എല്ലാ ദിവസവും പറഞ്ഞോണം, യേശു അവന്റെ ഫിക്സ് ക്രൂശിൽ വഹിച്ചതാണ്, കർത്താവിന്റെ അടിപ്പിണരാൽ അവന്റെ ഫിക്സ് സൗഖ്യമായിരിക്കുന്നു എന്ന് തന്നെ എല്ലാ ദിവസവും അവന്റെ മേൽ കൈവച്ച് പറഞ്ഞോണം. അവന്റെ മേൽ അത്ഭുതകരമായ ആരോഗ്യത്താൽ ദൈവം നിറങ്ങി. കേട്ടോ? ഞാൻ ഹിന്ദു മതത്തിൽ പെട്ട ആളാണ്. ഈ മോന് വേണ്ടിട്ട് ഞങ്ങള് ഇപ്പൊ അവനൊരു വന്നിട്ടില്ല വിശ്വാസം. ദൈവം അത്ഭുതമാക്കി മാറ്റി സിസ്റ്ററെ. കർത്താവിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുക തന്നെ ചെയ്യും. കേട്ടോ? ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു. ഒരു ആലോചന പറഞ്ഞായിരുന്നല്ലോ, ഒരു ഭവനത്തിന്റെ വലതുവശത്തെ ഒരു പഴയ വീട്, ഒരു പുതിയ ഭവനമാണ്, 2 മരണം നടന്നായിരുന്നു പറഞ്ഞായിരുന്നു. എന്റെ അപ്പച്ചനും അമ്മയും കുറച്ചാളും മരിച്ചത്. അപ്പൊ അതിനുശേഷം വളരെ ഇതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുള്ള അവസ്ഥകളാണ് ഇപ്പൊ നടക്കുന്നത്. ഞാൻ ഏറ്റെടുത്തോ യേശുവിന്റെ നാമത്തിൽ ആ ഭവനത്തിന്റെ മേൽ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പ്. അതായത് പഴയ വീട് വലതുവശത്തായിട്ട് ഇറങ്ങി വരുമ്പോ തന്നെ വലതുവശത്തായിട്ട് കാണുന്ന വീട് ബ്രദറിന്റെ വീട് അല്ലേ? അതെ അതെ. ഓ, യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചോ. കർത്താവ് ആ കുടുംബത്തിന്റെ മേൽ സമാധാനത്തെ വാഴിക്കാൻ വേണ്ടി പോകും. കേട്ടോ? ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? പറഞ്ഞു. കഴിഞ്ഞ ദിവസം എനിക്കൊരു ചെറിയൊരു ആക്സിഡന്റ് പറ്റി. ഞാൻ ബസ്സിൽ പെട്ടെന്ന് കേറിയപ്പോഴത്തേക്ക് അവര് കണ്ടില്ല. ബസ് എടുത്ത് ഞാൻ തെറിച്ച് റോഡിലോട്ട് വീണു. വീണെന്റെ പക്ഷെ എന്റെ കൈയുടെ മുട്ട് മുറിഞ്ഞതേ ഉള്ളു. കണ്ടു നിന്നവര് വിചാരിച്ച എന്റെ തല പൊട്ടി കാണുമെന്ന് വിചാരിച്ച് ഓടി വന്നത്. പക്ഷെ ദൈവത്തിന്റെ വലിയൊരു കൃപയാൽ എന്നെ ആരും വലിച്ചെടുക്കുന്ന ഒരു ഫീൽ എനിക്കുണ്ടായിരുന്നു. കൈയുടെ മുട്ടില് മാത്രം കുറച്ച് തൊലി പോയതേ ഉള്ളൂ, വേറെ ഒന്നും എനിക്ക് പറ്റിയില്ല. ഞാന് സിസ്റ്റർ അനുസരിച്ചുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നന്ദി കർത്താവെ, അങ്ങ് കൊടുത്ത വലിയ വിടുതലിന് നന്ദി. അനർത്ഥം കൂടാതെ ദൈവം വിടിവിച്ചല്ലോ എന്ന് സാക്ഷിയാക്കി പറയുവാൻ ദൈവം ആയുസ് കൊടുത്തല്ലോ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. യേശുവിന്റെ നാമത്തിൽ തന്നെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. കേട്ടോ? കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ഒരു സാക്ഷിയുണ്ട്. പറഞ്ഞു. എന്റെ ഫ്രണ്ടിന്റെ മോള് വളരെ ബുദ്ധിമുട്ടി കൂടി കടന്നു പോകുന്നത്. ഭർത്താവിനെ കൊണ്ട് ഭയങ്കരമായിട്ട് അവളെ ഉപദ്രവിക്കുക. ഭർത്താവിന്റെ വീട്ടുകാരും അതെ ഭയങ്കരമായിട്ട് കുട്ടിയെ ഉപദ്രവിക്കുകയായിരുന്നു. അപ്പൊ ഇന്ന് ഞങ്ങള് വുമൻസ് പ്രൊട്ടക്ഷൻ സെല്ലില് പോയിട്ട് കംപ്ലൈന്റ് ചെയ്തു. അപ്പൊ ഈ കുട്ടിയുടെ വണ്ടി ഹസ്ബൻഡിന്റെ വീട്ടിലായിരിക്കുന്നത്. ഇവളുടെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോകാനായിട്ട് 2 കിലോമീറ്റർ നടക്കണം. അപ്പൊ വണ്ടി കിട്ടിയേ തീരുള്ളായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു, നിങ്ങൾ പോയി വണ്ടി അവിടെ നിന്ന് എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കൂടെ പോയിട്ടുണ്ടായിരുന്നേ. വണ്ടി എടുക്കാൻ പോയപ്പോ അവര് ആ വണ്ടിയുടെ ചക്രത്തിന്റെ കാറ്റ് അഴിച്ചു വിട്ടു. അങ്ങനെ ആ കുട്ടി വണ്ടി അവിടെ നിന്ന് എടുത്തിട്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു കണക്കിന് ഞങ്ങളത് വണ്ടി പുറത്തേക്ക് റോട്ടിലേക്ക് എടുത്തു വെച്ചിട്ട് ഞങ്ങള് റോട്ടിൽ നിന്ന് കുട്ടി തള്ളി ബസ് പോണ റോഡ് വരെ എത്തിച്ച് ഒരു വർക്ക്ഷോപ്പിൽ കയറി അതിന്റെ ടയറ് മാറ്റിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഈ ഭർത്താവ് പിന്നാലെ വന്നിട്ട് ആ കുട്ടിയെ വീണ്ടും ഉപദ്രവിക്കുകയായിരുന്നു. ഫോണൊക്കെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് മേടിച്ച് എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. എന്നിട്ട് ആ കുട്ടി പറഞ്ഞു, ചേച്ചി പൊക്കോ, എന്റെ കൂടെ നിക്കണ്ട എന്ന് പറഞ്ഞ് എന്നെ അവിടെ ഒരു വണ്ടി വിളിച്ച് വിട്ടു. അങ്ങനെ കുട്ടി ഒറ്റയ്ക്കായി. എനിക്ക് വലിയ വിഷമം തോന്നി. ആ മോൾക്ക് അച്ഛനില്ലാത്തത്, അമ്മ ഹാർട്ട് പേഷ്യന്റ് ആണ്, കൂടെ പോകാൻ ആരുമില്ല. ഞാൻ കർത്താവെ, മോളെ ഒറ്റയ്ക്ക് വഴിയിൽ വിട്ടിട്ട് എനിക്ക് വരേണ്ടി വന്നല്ലോ എന്ന് ഞാൻ കർത്താവിനോട് കരഞ്ഞ് വണ്ടി കയറി ഞാൻ ഇങ്ങോട്ട് പോന്നു. അങ്ങനെ അവിടെ അത്ഭുതം എന്ന് പറയട്ടെ ബ്രദറെ, ആ കുട്ടി എന്നോട് പറയാ, വഴിയിൽ വന്ന് ബുദ്ധിമുട്ടിക്കണ സമയത്ത് എവിടെന്നാന്ന് അറിയില്ല ഒരു കാറ് വന്ന് കുട്ടിയുടെ മുന്നിൽ നിന്നു. ആ കാറിലിരുന്ന ഒരു വക്കീല് ചോദിച്ചു, എന്താ മോളെ റോട്ടിൽ നിന്ന് കരയണേന്ന് ചോദിച്ചു. അപ്പൊ അവള് പറഞ്ഞു എല്ലാ സംഭവങ്ങളും ആ ആളോട് പറഞ്ഞു. അവള് ഭയങ്കര ശല്യാണ് ഭർത്താവിനെ കൊണ്ട്, ഇപ്പൊ വണ്ടി എടുക്കാൻ വന്നിട്ട് അതിനും സമ്മതിക്കുന്നില്ല എന്നെ എന്ന് പറഞ്ഞ് കരഞ്ഞ് ഇപ്പൊ ഫോൺ തട്ടിപ്പറിച്ച് കയ്യിൽ നിന്ന് വാങ്ങാന്നൊക്കെ പറഞ്ഞപ്പോ വേഗം ഒരു നമ്പർ എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു അവള് പോലീസിനെ വിളിക്കാൻ പറഞ്ഞു. ഒരു 6 മണി നേരം അതിന്റെ സന്ധ്യ നേരം അവള് പെട്ടെന്ന് പോലീസിനെ വിളിച്ചു. ആ കുട്ടിയോട് പറഞ്ഞു 5 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ അവിടെ എത്താം, അവനോട് അവിടെ നിൽക്കാൻ പറയാൻ പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് തന്നെ പോലീസുകാർ അവിടെ എത്തി ആ മോളെ അവളുടെ വീടിന്റെ
ഭാഗം വരെയും ആ വണ്ടിയിൽ സുരക്ഷിതമായിട്ട് കൊണ്ടുവന്ന് അമ്മ പോലീസുകാര് പ്രാർത്ഥനയൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ്. തീർച്ചയായും കർത്താവ് സൂക്ഷിച്ച വലിയ കൃപയ്ക്ക് നന്ദി പറയുന്നു. നമ്മൾ ദൈവസന്നിധിയിൽ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്ക് അനേകരെ വിടുവിക്കുവാനും അനേക കുടുംബങ്ങളെ രക്ഷിക്കുവാനും കർത്താവ് കൃപ തന്നിട്ടുണ്ട്. ആ കൃപകളെ ഉപയോഗിക്കുക. വലിയ സാക്ഷ്യങ്ങളായിട്ട് ഇനിയും കർത്താവ് മാറ്റും കേട്ടോ. കർത്താവ് സിസ്റ്റർ അനുഗ്രഹിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഈ സമയത്ത് നിങ്ങൾ അനാവശ്യമായിട്ട് മ്യൂട്ട് മാറ്റില്ലേ. സാക്ഷ്യമുള്ളവർ മാത്രം ബാക്കി മ്യൂട്ട് മാറ്റി പറഞ്ഞു. ഞാൻ എന്റെ 2 മുട്ടിനും ഭയങ്കര വേദന. ഒരാഴ്ചയായി പ്രാർത്ഥിക്കുമ്പോ മാറും, പിന്നെയും വരും. പാസ്റ്ററെ, കാലിന്റെ മുട്ടിന് ചിരട്ടയുടെ അവിടെ മുട്ടിന്റെ അവിടെ നീരും ഉണ്ടായിരുന്നു. ഇപ്പം വേദന മാറി, കാലും മടക്കാനൊക്കെ പറ്റും. കുറച്ചു നേരം ഇങ്ങനെ മടക്കിയ പിന്നെ നോർത്താൻ പറ്റൂല. അങ്ങനെ ഭയങ്കര പാടാ എനിക്ക് ജോലി ചെയ്യാനൊക്കെ. ഞാൻ പേഷ്യന്റിനെ നോക്കുക, അപ്പൊ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് നടക്കാനൊക്കെ. എന്നാ സംഭവിച്ചത്? ഇപ്പൊ പ്രാർത്ഥിച്ചപ്പം വേദന കുറഞ്ഞു. മാറ്റം വന്നു. നീരിപ്പൊ വറ്റിക്കോളും സിസ്റ്റർ. ഇപ്പൊ തന്നെ ആ നീര് വറ്റിപ്പൊക്കോളും. 2 തൊടയിലും മുട്ടിലും നീരാ. കർത്താവിന്റെ സൗഖ്യം നമ്മുടെ ശരീരത്തിൽ വന്ന വേദന നീങ്ങി. ഇനിയിപ്പോ നീരിപ്പൊ തന്നെ വറ്റിക്കോളും. നോക്കി നിൽക്കാതെ തന്നെ നീരകത്തോട്ട് വലിഞ്ഞോളും. നാളെ രാവിലെ നോക്കുമ്പോ നാളത്തെ സാക്ഷ്യത്തിൽ ആ നീരും അവിടെ കാണത്തില്ല. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു ബ്രദർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ബ്രദറെ ബ്രസ്ലോ, പറഞ്ഞു. പഴയ വീട് വലത്ത് ഭാഗത്ത്, അതിനോട് ചേർന്ന് പുതിയ വീടും കൂടിയാണ് നമ്മുടെ വീട്. ഏറ്റെടുത്തു സിസ്റ്റർ. ഒരേ ആലോചന ഒരേപോലെ വരുന്നവരും സ്വീകരിച്ചോണം. കർത്താവിന്റെ വലിയ പ്രവൃത്തിക്ക് വേണ്ടി ദൈവം ഒരുക്കുക കേട്ടോ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ശരീരമായി വേദനയുണ്ട്, ജോയിന്റ്സ്. ഇത് വിശ്വാസത്തോടെ അത് പറയുമ്പോഴേ ഒത്തിരി കുറവായിട്ട് വരുന്നുണ്ട്. ദൈവം അത് അത്ഭുതമാക്കി മാറ്റി സിസ്റ്ററെ. കർത്താവിന്റെ സാക്ഷ്യമാക്കി ദൈവം മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു. പറഞ്ഞു. ബ്രദറെ, എനിക്കൊരു സാക്ഷ്യമുണ്ട്. എനിക്ക് 28 വർഷമായിട്ട് ഷുഗർ ഉണ്ട്. എൻ്റെ കാലിന്റെ മുട്ടിന്റെ താഴത്തോട്ട് അതിഭയങ്കര ചൊറിച്ചിലും വേദനയും മരപ്പും വേദനയായിട്ട് ഭാരപ്പെടുമായിരുന്നു. ഇന്നിപ്പോ പ്രാർത്ഥനയിൽ എനിക്ക് അത് കുറവായി. മരപ്പും വേദനയ്ക്കും വ്യത്യാസം വന്നു. മരപ്പും വേദനയും അതുപോലെ തന്നെ ഭയങ്കര ചൊറിച്ചില്, അലർജിയുടെ പോലെ തന്നെ. ഇപ്പൊ അത് മാറ്റം വന്നു പ്രാർത്ഥിച്ചപ്പം. കുറവുണ്ട്. അതാണ് പറഞ്ഞേ. അതെ. കർത്താവേ, അങ്ങ് തൊട്ട കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഞാൻ തൽക്കാലം നമ്മുടെ പ്രാർത്ഥന ഇപ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുവാണ്. സാക്ഷ്യമല്ല, നാളെ നമുക്ക് പിന്നെയും ബാക്കി സാക്ഷ്യങ്ങളെ കേൾക്കാം. വലിയ കൃപകളാൽ കർത്താവ് നിറയ്ക്കട്ടെ. സമയം ഇച്ചിരി മുന്നോട്ട് പോയി. നമുക്ക് വീണ്ടും ഒരുമിച്ച് കൂടാം. വലിയ കൃപകളാൽ കർത്താവ് നടക്കരുത്. കോട്ടയത്ത് 24-ാം തീയതി പ്രാർത്ഥന നടക്കുന്നു. അത് ഈ ദിവസം മുതൽ പ്രാർത്ഥിക്കുക. വലിയ പ്രവൃത്തികളാൽ പരിശുദ്ധാത്മാവ് നിറയ്ക്കും. പ്രത്യേകിച്ച് എല്ലാ പ്രയർ സ്റ്റേഷനുമായിട്ട് നന്ദി പറയുന്നു. ദൈവം തന്നെ നല്ല എല്ലാ നന്മകൾക്കുമായി സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ നിന്ന്